പ്രകൃതിയും ഭാഗവതവും കൃഷ്ണാവതാരം കൊണ്ട് ധന്യമായ ഈ ഒരു വേളയിൽ ഭഗവാന്റെ കൃഷ്ണാവതാരമാണ് പരമേശ്വർജി ഇപ്പോൾ വായിച്ച് തുടങ്ങി. അതിൻ്റെ ഒന്നാം അധ്യായം, അതായത് അവതാരാധ്യായം വായിച്ച് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വേളയിൽ നമുക്ക് ഭഗവാന്റെ ഒരു നാമം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന് ഉറക്കച്ചൊല്ലണം. നമ്മുടെ മനസ്സിൽ ആ കൃഷ്ണാവതാരം ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്ന് കയ്യൊക്കെ അടിച്ചൊന്ന് ഒരു ഉണർവ്. പ്രകൃതി നമ്മളെ വർഷം കൊണ്ട് അനുഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ. ഉറക്കപ്പാടണം എല്ലാവരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ഉറക്കെ ശബ്ദം പോരാ ശരി. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ഞാനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പാടാം. നമ്മളിൽ ചെറുപ്പക്കാരിലൊക്കെ ഒരു 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 വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ ഭജനയൊക്കെ എന്തിനാ പാടുന്നതാണ്. ഇപ്പോൾ പ്രായമുള്ള അമ്മമാരൊക്കെ പാടുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറേ പേര് പാടാത്തവരുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഇന്ന് വളരെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് അല്ലേ. നമുക്ക് ഇന്ന് ടെക്നോളജിയൊക്കെ വളരെ ഡെവലപ്പ് ചെയ്ത കാലഘട്ടത്തിലാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്നത്തെ സയൻസിൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ പോലും നമ്മൾ സൗണ്ട്, ഇപ്പം ഞാൻ ഈ ചൊല്ലുന്നതൊരു സൗണ്ട് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ ഊർജമാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സൗണ്ട് അതൊരു പോസിറ്റീവ് എനർജിയാണെങ്കിൽ അതെനിക്കും ഗുണമാണ്, മറ്റുള്ളവർക്കും. അപ്പം നമ്മൾ ഒരാളെ ചീത്ത വിളിക്കണം, വളരെ മോശം വാക്കുകൾ, അതൊരു സൗണ്ടാണ്. പക്ഷെ ആ ചീത്ത വാക്കുകൾ പറയുമ്പോൾ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഒരാളെ മെൻ്റലി ഡൗൺ ആക്കും. ഉണ്ടോ ഇല്ലയോ? ഉറക്കെ പറയൂ. നമ്മളിപ്പോൾ ചീത്ത വാക്കുകൾ കേൾക്കുമ്പോൾ മൈൻഡ് ഡൗൺ ആവുമോ ഇല്ലയോ? ഉറക്കെ പറയൂ. അങ്ങനെ ഡൗൺ ആവും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത് നെഗറ്റീവ് സൗണ്ടാണോ പോസിറ്റീവ് സൗണ്ടാണോ? സത്യം പറഞ്ഞാൽ, അതായത് ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മളെ അവഹേളിക്കുക, അപമാനിക്കുക. ഭാഗവതത്തിൽ പറഞ്ഞ പോലെ ക്ഷിപ്തിതോ മൂത്രിതോ താടിതോ അല്ലേ, ഭാഗവതത്തിൽ ഭിക്ഷുഗീതയിൽ പറയുന്ന പോലെ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് സ്വാധീനിക്കുക. അതായത് നമ്മളിൽ ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണോ സ്വാധീനിക്കുക? ഏതാ സ്വാധീനിക്കുക? അവർക്ക് പറയണം. കൂടുതലും നെഗറ്റീവാണ് ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുന്നത്, ആണോ? അവർക്കത് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നല്ലത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വേണ്ടാത്തത് പറയുമ്പോൾ അത് പെട്ടെന്ന് എടുക്കുന്നു. അത് ഇന്ന് വളരെ കൂടി വരുന്ന കാലമാണെങ്കിൽ ഇതിനെന്താ ഒരു പരിഹാരം? ഇവിടെയാണ് ഈ നാമജപം കൊണ്ട്, നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ ഈ സൗണ്ട് എനർജി കൊണ്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് എനർജൈസ് ചെയ്യാം. ഫിസിക്സിൻ്റെ കാലമാണ്. യു കാൺ ക്രിയേറ്റ് എനർജി ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി എന്നാണ്. നമുക്ക് നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി ആക്കാം. ഇന്ന് നമ്മൾ സോളാർ എനർജി എടുത്തിട്ട് ഇലക്ട്രിക് എനർജി ആക്കുന്നു, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. കാണുന്നുണ്ടല്ലോ, പല വീട്ടിൽ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്.
ഒരു എനർജിയെ നമുക്ക് മറ്റൊരു എനർജിയാക്കാൻ പറ്റുമെങ്കിൽ നാമജപം കൊണ്ട് മനസ്സിൻ്റെ നെഗറ്റിവിറ്റിയെ നമുക്ക് പോസിറ്റീവ് എനർജിയാക്കാം. സാധിക്കും, സാധിക്കും. വേണ്ടതാണോ? 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 അപ്പം എല്ലാവരും ഉറക്കം ചെല്ലണം. കാരണം നമ്മളെ കൊണ്ട് നമുക്കും ഉപകാരം ഉണ്ടാവണം, നമ്മൾ ചൊല്ലുന്ന നാമം കൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരം ഉണ്ടാവണം. വ്യാസഭഗവാൻ ഭാഗവതം എഴുതി വെച്ചത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സൂത മഹർഷി ശൗനകാദികൾക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. ലോകസംഗ്രഹം ഏവാബീന, ലോകത്തിന് പ്രയോജനപ്പെടണം. നമ്മളുണ്ടല്ലോ മലയാളികൾക്ക് ആവറേജ് അഹങ്കാരം തലയിൽ കയറി. എന്താണ് അഹങ്കാരം? ഞാനായി, എൻ്റെ വീടായി, എൻ്റെ കുടുംബമായി. അതിനപ്പുറത്തേക്കൊരു സമൂഹത്തിലേക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കേണ്ടവനാണ് ഞാൻ, കൊടുക്കാൻ കഴിയുന്ന ഒരാളാണെന്നുള്ള ചിന്തയുള്ളവർ വളരെ കുറവാണ്. ഇപ്പം നിങ്ങളിവിടെ ഒരു നാമം ചൊല്ലുമ്പോൾ പൂന്താനം പറഞ്ഞതുപോലെ മറ്റൊരുത്തനു വേണ്ടി എന്നാകിലും നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും പല മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഈ നാമം ചൊല്ലുമ്പോൾ അവർക്ക് അതിലൂടെ തന്നെ ഒരു മാറ്റം വരും. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാര സമയത്ത് കംസന്റെ കാര്യം പോലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പരിടന്മയും ചിന്തയാനോ ഹൃഷീകേശം അവശ്യൽ തന്മയം ജഗത്. കംസന് പോലും കൃഷ്ണ വിചാരം വന്നു എന്നാണ്. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ആൾക്ക് പോലും പോസിറ്റീവായിട്ടുള്ള വിചാരം വന്നു അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാമജപം കൊണ്ട് എല്ലാവർക്കും പ്രയോജനമല്ലേ? ഉറക്കെ പറയൂ. നമ്മളിലെ നെഗറ്റീവ് മൈൻഡിനെ പോസിറ്റീവ് ആക്കണ്ടേ? അതിനെ ഡിവൈൻ ആക്കണ്ടേ? വേണോ? ഉറക്കെ പറയൂ. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ക്രമേണ അടുത്ത തലമുറയെ നമ്മൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ അത്രയും പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ആണോ? ഓരോ പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇനിയിപ്പം സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ കാണാം പലർക്കും അഡ്മിഷൻ കിട്ടാത്ത പ്രശ്നം, കിട്ടിയ പ്രശ്നം, വേണ്ട കോഴ്സ് കിട്ടാത്തത്, വേണ്ട കോഴ്സ് കിട്ടിയിട്ടും ദൂരെയാവുന്നവർ, പലതരത്തിലുള്ള പ്രശ്നമുള്ളവരുണ്ട്. ഉണ്ടാവുമോ കുട്ടികളിൽ? അതുകൊണ്ട് അവർക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ ഈ നാമജപ സംസ്കാരം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇന്നിവിടെ എത്തിയത്. നമുക്കതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഉറക്കെ ചൊല്ലണേ, പുറകുന്നൊന്നും എനിക്ക് ശബ്ദം കേൾക്കുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ വാസുദേവായ. ആനന്ദ നന്ദന വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. അച്യുതാ മാധവ വാസുദേവായ. സച്ചിദാനന്ദ ഹേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും നിവർന്നിരിക്കുക. നമ്മളൊരു വളരെ അനുഗ്രഹീതമായ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അനവധി മഹാന്മാർ, അതും ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല തപസ് ഈ പുണ്യഭൂമിയിൽ. അതുപോലെ ആദ്യത്തെ സത്രം നടന്നത് ഈ പൂതൃക്കോവിൽ ക്ഷേത്രത്തിലാണ്. നേരത്തെ പറയായിരുന്നു തട്ടയൂരും അതുപോലെ ഓട്ടൂരും വൈശ്രവണത്തും തുടങ്ങിയ അന്നത്തെ കാലത്തെ ഭാഗവതത്തിൻ്റെ വിശ്വവിഖ്യാതന്മാർ. അവരുടെയൊക്കെ ആ തപസ്സിൻ്റെ ആ ശബ്ദ തരംഗം ഈ അന്തരീക്ഷത്തിലുണ്ട്. ഒന്നും എവിടെയും പോയിട്ടില്ല, എവിടെ ഉണ്ട്. അപ്പം നമുക്ക് അനവധി TV ചാനലിൻ്റെ സിഗ്നൽസ് ഇവിടെ ഉള്ളതുപോലെ നമ്മുടെ പൂർവികന്മാരുടെയൊക്കെ ആ ശബ്ദത്തിൻ്റെ ഒരു തരംഗം ഇവിടെയുണ്ട്. അതൊന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ, അത് കണക്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ അതിലേക്ക് എത്തിക്കണമെങ്കിൽ തയ്യാറാക്കും. അപ്പം ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. പക്ഷെ അത് കിട്ടാൻ നമ്മൾ മനസ്സിനെ തയ്യാറാക്കണം. എല്ലാവരും നിവർന്നിരിക്കുക. ഒരു 3 പ്രാവശ്യം ഉറക്ക ഓങ്കാരം, ഈ അന്തരീക്ഷം മുഴുവൻ ഓങ്കാരധ്വനി കൊണ്ടങ്ങോട്ട് മുഴങ്ങണം. നിങ്ങളുടെ നാഭിക്ക് താഴെ നിന്ന് ശബ്ദം വരണം. കുറച്ച് നേരമില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ഇല്ലേ? ഇഡ്ഡലി പുറത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറക്ക ചൊല്ലുക. അന്തരീക്ഷം അങ്ങോട്ട് മാറ്റിയെടുക്കണം. നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ചൊല്ലുമ്പോൾ ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്നൊരു വൈബ്രേഷൻ അത് അത്ഭുതകരമായിരിക്കും. എല്ലാവരും നിവർന്നിരിക്കണം, കണ്ണടച്ച് ഒരുമിച്ച് ചൊല്ലാം. ഓ ശബ്ദം വരുന്നില്ലേ? കണ്ണടച്ച് ചൊല്ലണം. എല്ലാവരും ഉറക്ക ചൊല്ലണം. നട്ടെല്ല് നിവർന്നിരിക്കണം. അപ്പോഴേ ശബ്ദം പുറത്തു വരുള്ളൂ. ഓ ചൊല്ലണം. ഒന്നുടിച്ചതിൽ ഓ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത് മധുരയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ 14 വർഷം വൃന്ദാവനത്തിലായിരുന്നു. അതുകൊണ്ട് പറയും പുണ്യം വൃന്ദാവനം എത്ര സാന്നിധ്യം നിത്യതാ ഹരേ. ഹരിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. ഇതുപോലെയാണ് കേരളത്തിൽ അനവധി സ്ഥലത്ത് ഭാഗവത സപ്താഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും 50 വർഷം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം കിട്ടിയ പുണ്യ പവിത്ര ഭൂമിയാണ് ഈ പൂതൃക്കോവിൽ ക്ഷേത്രം. ഇവിടെയുള്ള ജനങ്ങളുടെ ഭാഗ്യത്തിന് മുമ്പിൽ നമസ്കരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു പവിത്രമായ പാവനമായ, ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർത്ഥീകുറുവന്തി തീർത്ഥാനി എന്നാണ്. ഇവിടെ ഒരു തീർത്ഥ സ്ഥലം തന്നെയാണത് മുമ്പ് തന്നെ, പക്ഷെ അത് കൂടുതൽ തീർത്ഥീകരിച്ചു. അപ്പം നമ്മളെപ്പോലുള്ളവർ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളിലൊരു ചൈതന്യം, അനുഗ്രഹം നമ്മളിലെത്തും. കാരണം ഈ സ്ഥലത്തിന് അത്രയൊരു മഹിമയുണ്ട്. 50 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ മളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടും അതുപോലെ ദിവാകരൻ നമ്പൂതിരിപ്പാടും കൃഷ്ണൻ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ സപ്താഹം നടക്കുമ്പോൾ മളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭാഗവത ഹംസത്തിൻ്റെ തപസ്സിൽ നിന്ന് രൂപപ്പെട്ട ഈ ഒരു സപ്താഹ യജ്ഞവും അതിൻ്റെ 50ാമത്തെ പൂർത്തീകരണത്തിലും എനിക്കും ഒരു ഭാഗമാക്കാവാൻ അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികളോടും ഇതിൻ്റെ പ്രവർത്തകരോടും പരമേശ്വരൻ നമ്പൂതിരിയോടൊക്കെ പ്രത്യേകം എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. ശ്രീമദ് ഭാഗവതം ഇന്ന് പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ഈ ഭാഗവതത്തിലൂടെ തലമുറകളിലേക്ക് കൈമാറേണ്ടത്? നമ്മൾ 2 ഭാഗത്ത് നിന്നിട്ട് വേണം ഭാഗവതത്തെ നോക്കാൻ. ഒന്ന്, നമ്മൾ പരീക്ഷത്തിൻ്റെ ഒരവസ്ഥ. പരീക്ഷത്ത് മഹാരാജാവിനാണ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ പരീക്ഷത്ത് ഒരു വലിയ പ്രതിസന്ധിക്ക് മുമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കുടുംബജീവിതം വിടേണ്ടി വന്നു, രാജാധികാരം ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു വലിയ വിഷമവും ശൂന്യതയും, താൻ ചെയ്തൊരു മഹാപരാധം, ഒരു മഹാത്മാവിൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടുകൊണ്ടുള്ള തെറ്റ്, തൻ്റെ ആയുസ്സാണെങ്കിൽ 7 ദിവസത്തേക്ക് ചുരുങ്ങിയിരിക്കുക. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന പരീക്ഷിത്ത മഹാരാജാവിൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടിയ അമൃതമാണ് ശ്രീമദ് ഭാഗവതം. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത്. കാരണം വളർന്നു വരുന്ന തലമുറ മുഴുവൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പ്രതിസന്ധികൾ നേരിടുന്നവരാണ്. നമുക്കറിയാം, ഏത് നിമിഷമാണ് നമ്മുടെ ഹെൽത്ത് നമുക്ക് കൈവിട്ടു പോവുകയെന്നറിയില്ല. ഏത് നിമിഷമാണ് ജീവിതം ഒരു പ്രതിസന്ധിയാവുമെന്നറിയില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് 30,000 അടി താഴേക്ക് വീണ് ഒരാൾ മരിക്കുന്നു, കുറേ പേര് എല്ലുപൊട്ടി ആശുപത്രി കിടക്കും. അത് അങ്ങനെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ പലതരത്തിലുള്ള, നമ്മുടെ കയ്യിലല്ല ജീവിതം. ഏത് സമയവും പല പ്രതിസന്ധികളെയും നേരിടേണ്ടവരാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കൂടുതലാണ്. ആണോ അല്ലയോ? ആർക്കും ഒരുറപ്പ് പറയാൻ പറ്റുമോ നാളെ ഒന്നും എനിക്ക് സംഭവിക്കില്ല എന്നുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
പറ്റുമോ? അപ്പൊ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ട നമ്മൾ ഇതെങ്ങനെ അഭിമുഖീകരിക്കണം, അതിനെന്താണ് വേണ്ടത്? വാസ്തവത്തിൽ ഭാഗവതത്തിന്റെ ഉള്ളിലൊരു വലിയ സയൻസ് ഉണ്ട്. അത് നമ്മൾ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമായിരുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് ഉണ്ടാവില്ലായിരുന്നു, എടുത്തുചാട്ടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, അതുപോലെ തന്നെ ജോലി കിട്ടാത്ത വിഷമങ്ങളും കല്യാണം നടക്കാത്ത വിഷമങ്ങളും കുഞ്ഞുങ്ങളില്ലാത്ത വിഷമങ്ങളും നടന്ന കല്യാണം കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മുടെ സമൂഹത്തിലുണ്ടാവില്ല. ഇതെല്ലാറ്റിനും കാരണം എന്താണ്? ഇതിന് കാരണം ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഏകാദശ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, മനപ്പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയത്. ഈ മനസ്സെന്ന് പറയുന്ന സാധനം നമ്മൾ അതിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നില്ല. നമ്മളെല്ലാവരും പ്രശ്നങ്ങളിലേക്കാണ് ശ്രദ്ധ വയ്ക്കുന്നത്. പ്രയാസങ്ങളെ പറയുന്നു, പ്രശ്നങ്ങളെ പറയുന്നു, ബുദ്ധിമുട്ടുകളെ പറയുന്നു. ഇതെവിടെയാണ് ഞാൻ അനുഭവിക്കുന്നത്? ഇതെവിടെയാണ് ഈ പ്രശ്നങ്ങൾ? കപില ഭഗവാൻ ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തില് അമ്മയോട് പറയുന്നതാണ്, ചേതഖലസ്യബന്ധായ മുക്തേച്ച ആത്മനോമതം. അമ്മേ, മനസ്സാണ് ഈ സകല പ്രശ്നങ്ങളുടെയും ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ കോസ്, നോട്ട് ദി ഇഫക്റ്റ് എന്നാണ്. എവിടെയാണ് കോസ്? ഇപ്പം നമുക്കിവിടെ മഴ, അതിനൊരു കോസ് ഉണ്ട്. കാരണം ഒരു ഡിപ്രഷൻ ഉണ്ടായിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിൽ. അത് ഇന്നലെ വലിയ കാറ്റായിട്ട് ബംഗാളിൽ അടിച്ചു വീശി, അതിൻ്റെ ഒരു ഡിപ്രഷൻ നമുക്കും കയറി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് ഹോൾ ഡേ മഴയായിരിക്കണം. കാരണം എവിടെയോ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഇവിടെ എത്തുകയാണ്. അപ്പോൾ ഒരു കാരണമില്ലാതെ സയൻസിന് കാര്യമില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നോക്കൂ, ക്യാൻസർ എന്നൊരു രോഗം വരുന്നു. അതിനെന്താണ് കാരണം? ഫുഡിൻ്റെ, ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല്. പലരും കഴിക്കുന്ന ആഹാരം സമയത്തിന് കഴിക്കുന്നില്ല. പല റീസൺസ് ഉണ്ട് അതിന്. എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സാണ് കാരണം. ഇത് ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഭാഗവതത്തിൽ. അവിടെ ഉപനിഷത്തിൽ പറയുന്നത് മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷ. ഇത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു വാക്കാണ്. മന ഏവ കാരണം മനുഷ്യാണം സകല ദുഃഖയോ എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം. എല്ലാവരും ഒന്ന് ആവർത്തിക്കണേ. മന ഏവ കാരണം, പറയൂ, മനുഷ്യാണം ദുഃഖയോ. അത്രയെങ്കിലും പറഞ്ഞാൽ മതി. ദുഃഖത്തിന് കാരണം ഏതാണ്? മനസ്സ് തന്നെയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലേക്കാണ്. അപ്പം നമ്മളൊരു നമ്മുടെ ഉൾക്കണ്ണ് തുറപ്പിക്കുകയാണ്, ഒരു ഇൻട്രോവേർട്ടഡ് ആക്കുകയാണ്, നമ്മളെ ഒന്ന് ഉള്ളിലേക്ക് നോക്കിക്കുകയാണ്. ഭാഗവതം അതാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളെ നോക്കാൻ പരിശീലിക്കുക. അപ്പം നമ്മളിലേക്ക് നമ്മളെ നോക്കാൻ പരിശീലിക്കുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതിലാണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നെങ്കിൽ പരിഹാരവും എവിടെയാണ് വേണ്ടത്? പ്രശ്നം മനസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ പരിഹാരം എവിടെയാണ് വേണ്ടത്? അവർക്ക് പറയണം, മനസ്സിലാണ് പരിഹാരം വേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പ ഉദാഹരണം പറയും. അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ തന്നെ ഒരമ്മ പണ്ട് സൂചി വാങ്ങിക്കാൻ പോയ കഥയാണ്. ഒരമ്മ പണ്ട് സൂചി വാങ്ങിക്കാൻ കടയിൽ പോയി. തുന്നുന്ന സൂചി വാങ്ങിച്ചു വരുന്ന സമയത്ത് ഇത് വീണുപോയി, കൊഴിഞ്ഞുപോയി. ഈ അമ്മ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇത്തിരി സൂര്യാസ്തമയ സമയമാണ്. അപ്പം സൂര്യൻ്റെ അസ്തമയത്തിൻ്റെ വെളിച്ചം ഒരു ഭാഗത്ത് തട്ടുന്നുണ്ട്. അപ്പം ആ അമ്മ വെളിച്ചം ഉള്ളിടത്ത് വന്ന് തപ്പുമ്പോൾ അതിലേക്ക് പോയൊരു ചെറുപ്പക്കാരി ചോദിച്ചു, എന്താ മുത്തശ്ശിയമ്മ തപ്പുന്നതെന്ന്. പറഞ്ഞു, ഞാൻ എൻ്റെ സൂചി പോയത് തപ്പണം. അപ്പം അവളും കൂടെ കൂടി അങ്ങോട്ട് തപ്പൽ. അപ്പോൾ ഒരു ചെറിയ കുട്ടി ആ വഴിക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ രണ്ടുപേരും കൂടി തപ്പുന്നത്? പറഞ്ഞു, ഒരു സൂചി പോയി, അത് തപ്പുകയാണ്. അപ്പം ഈ കുട്ടി, എനിക്ക് തോന്നുന്നു വിവേകാനന്ദ സ്വാമികൾക്ക് എവിടെ നിന്നാണ് ആ കുട്ടിയെ കിട്ടിയറിയില്ല, എനിക്ക് തോന്നുന്നു കുറിച്ചിത്താനത്ത് നിന്നായിരിക്കണമെന്ന്. കുട്ടി ചോദിച്ചു, എവിടെയാണ് ശരിക്കും സൂചി പോയത്? ആ ചോദ്യം കുട്ടിയുടെ അടുത്ത് നിന്ന് വന്നു. അപ്പം ഈ അമ്മ പറഞ്ഞു, സൂചി പോയത് കുറച്ച് ദൂരെയാണ്, പക്ഷെ അവിടെ ഇരുട്ടായതുകൊണ്ട് തപ്പിയാൽ കിട്ടില്ല എന്നാണ്. ഈ ജന്മം മുഴുവൻ തപ്പിയാൽ കിട്ടാൻ പോണ്ടോ? കിട്ടുമോ? എവിടെയാണോ പോയത്
അവിടെയല്ലേ തപ്പേണ്ടത്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ സ്ഥിരം തപ്പുന്നത് നമ്മുടെ മെയിൻ ജോബ് അതാണ്. മൊബൈൽ തപ്പാത്ത ദിവസമുണ്ടോ നിങ്ങൾ? എല്ലാവരും തപ്പലുകാരാണ് അല്ലേ? അത് കൊണ്ടുവച്ചെടുത്തല്ലേ തപ്പുന്നത്. മൊബൈലിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു എളുപ്പവഴിയുണ്ട്. മോനെ ഒന്നൊരു മിസ് കോൾ അടിക്കടാണ്. ആരെക്കൊണ്ടെങ്കിൽ മിസ് കോൾ അടിപ്പിച്ചിട്ടെങ്കിലും കണ്ടുപിടിക്കാം. അത് സൈലന്റ് മോഡലാണെങ്കിൽ ചിലപ്പോൾ. ഈ തരത്തിൽ നമ്മൾ എവിടെയാണോ പ്രശ്നം അവിടെയാണ് പരിഹാരം. എവിടെയാണോ പ്രശ്നം അവർക്ക് പറയൂ, അവിടെയാണ് പരിഹാരം. ഇപ്പൊ എവിടെയാ പ്രശ്നം? നമ്മുടെ മനസ്സിലാണ് പ്രശ്നമെങ്കിൽ പരിഹാരവും വേണ്ടത് ഈ മനസ്സിലാണ്. ഈ മനസ്സിൽ പരിഹാരമുണ്ടാക്കാനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. ഈ ഭാഗവതത്തിൽ എന്താണ് പറയുന്നത്? ഭാഗവതത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് മനുഷ്യൻ്റെ ധർമ്മങ്ങളിൽ പരമമായൊരു ധർമ്മമുണ്ട്, സർവശ്രേഷ്ഠമായൊരു ധർമ്മം. ധർമ്മത്തെക്കുറിച്ചാണ് ഭാഗവതം പറയുന്നത്. ധർമ്മപ്രോച്ഛിത കൈതവത്രവരമോ എന്ന് തുടങ്ങി കാണാൻ വരികൾ. ഏതോ പറയണ എന്താണ് ഒരാളുടെ പരോധർമ്മം, പരമമായ ധർമ്മം. അപ്പം ഈ ധർമ്മം എന്നൊരു വാക്ക് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഗവതത്തിൽ നിന്ന് ഏത് വാക്ക്? ധർമ്മം. നിങ്ങൾ കേട്ട് കാണും ഈ കഥ. ഒരു കാളയും പശുവും തമ്മിൽ സംസാരിക്കുന്നതും അതിൽ കാളയുടെ 3 കാലുകൾ ഒടിഞ്ഞ് ഒരു കാലിൽ നിൽക്കുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പം ഈ കാളയാണ് ധർമ്മത്തിൻ്റെ ഒരു പ്രതിരൂപം. നമുക്ക് ഓരോന്നിനോരോ സിംബോളിക് രൂപങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ശാന്തിക്ക് വേണ്ടി പ്രാവിനെ അയക്കുന്നു, ദുഃഖത്തിന് വേണ്ടി കറുത്ത കൊടി പൊക്കാറുണ്ട് അല്ലേ? ആണോ അല്ലയോ? ഒരു പ്രതീകം. ഇതുപോലെ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് കാള. അതിൽ കാളയുടെ 3 കാലുകൾ ഒടിഞ്ഞു ഒരു കാലിൽ നിൽക്കുന്ന ചിത്രം ഭാഗവതത്തിൽ കാണാം. അപ്പം കലിയുഗത്തിൽ കാളയുടെ 3 കാലിന് ശക്തി കുറയും. അപ്പം കാളയുടെ 4 കാലുകൾ ഏതൊക്കെയാണ്? അതായത് ധർമ്മത്തിൻ്റെ 4 കാലുകൾ അറിയുന്നവരുണ്ടോ? ഭാഗവതത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ. ധർമ്മത്തിൻ്റെ 4 കാലുകൾ അറിയുന്നവരൊന്ന് പറയൂ. ഒന്ന് കുറച്ചുറക്കെ പറയൂ, ഒന്ന് കേൾക്കാനോ? സത്യം, ദയ, ശൗചം, 3 വന്നുള്ളൂ. ഒരു കാല് പോയി, ഒരു കാല് മിസ്സിംഗ് ആണ്. ആർക്കെങ്കിലും, ഞാൻ നിങ്ങളെ കുറേ കാലമായിട്ട് സപ്താഹം കേൾക്കുന്നവരായതുകൊണ്ട് എത്ര പേര് അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നിങ്ങളെ പരീക്ഷിക്കാനല്ല, എനിക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണേ. അറിയുന്നവരാരെങ്കിലും? ധർമ്മത്തിൻ്റെ 4 കാലുകൾ ഏതെല്ലാമാണ്? ഭാഗവതത്തിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. പറയൂ ആരെങ്കിലും. ഇത്തിരി ശ്രദ്ധ വയ്ക്കേണ്ടതല്ലേ? വേണോ? ഇനി മറക്കരുത്. 1 തപസ്. എന്താണ്? അവർക്ക് പറയൂ. തപസ്. 2 തപസ് കഴിഞ്ഞാൽ ശൗചം. ഞാൻ ഭാഗവതത്തിലെ ആ വരികൾ പറയണത് 17-ാം അധ്യായം 1-ാം സ്കന്ധം 17-ാം അധ്യായം 24-ാം ശ്ലോകം. അപ്പം നിങ്ങൾക്ക് ഭാഗവതത്തെ നോക്കിയാൽ കാണാൻ പറ്റും. എന്താ പറഞ്ഞത്? തപസ്, ശൗചം, 3-ാമത്തെ ദയ, 4 സത്യം. 4 സത്യം. അമ്മ പറയാൻ വിട്ടുപോയത് തപസ്സാണ്. ഓക്കെ. ഇപ്പം ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കെ പറയുക എല്ലാവരും. തപസ്, ശൗചം, ദയ, സത്യം. അതിൽ ഈ 3 കാലുകൾ തളർന്നു പോയി. ഏതൊക്കെ? തപസ് പോയി, ശൗചം പോയി, ദയ പോയി. ഏതു മാത്രം പോയില്ല? സത്യം. സത്യത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം സത്യമേവ ജയതേ. സത്യം എന്നും ഇവിടെ നിലനിൽക്കും. സത്യത്തെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം അതവിടെ നിൽക്കട്ടെ. എന്താണ് സത്യം എന്നുള്ളത്? ആദ്യത്തേത് തപസ്സാണ്. ഏതാണ്? തപസ്സാണ്. ഈ കലിയുഗത്തിൽ നമുക്ക് ജീവിത പ്രശ്നങ്ങളെ നേരിടണമെങ്കിൽ, മനസ്സിനെ അതിന് പ്രാപ്തമാക്കണമെങ്കിൽ, കഴിവുള്ളതാക്കണമെങ്കിൽ അതിന് ചില തപസ്സുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തപസ്സെന്ന് പറയുന്നത് ഇല്ലാതെ. എന്താണ് തപസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ തപസ്സില്ലാതെ പോകുമ്പോൾ മനസ്സ് ദുർബലമായി അത് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികളെ കാണും.
അതിനുള്ള പരിഹാരം കാണാതെ അതവിടെ കിടന്ന് സ്റ്റക്കാവും. പിന്നീട് അത് കാണിക്കുന്നതെല്ലാം എടുത്തുചാട്ടങ്ങളും പലതരത്തിലുള്ള പല സ്വഭാവങ്ങളിൽ അത് പ്രവർത്തിക്കുമ്പോൾ അത് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ തന്നെ ചിലർ വളരെ ദേഷ്യവും മറ്റുമൊക്കെ ഉള്ള പെരുമാറ്റമുള്ളവരായി മാറും. ചിലർക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരും, ഫ്രസ്ട്രേഷൻ വരും, ഹൈ ഫ്രസ്ട്രേഷൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ വർഷം നമ്മളെല്ലാവരും ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 55-ാം ശ്ലോകം മുതൽക്ക് 18 ശ്ലോകങ്ങൾ കുട്ടികളെ വായിപ്പിക്കണം. നമ്മൾ ഹിന്ദുക്കളെല്ലാവരും ഒന്ന് ഉണരണം. കാരണം ഈ തപസ്സെന്ന് പറയുന്നത് പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയുണ്ടാകും. അതിന് ഈ ഗീതയിലെ 2-ാം അധ്യായത്തിലെ 55-ാം ശ്ലോകം മുതൽ ഇതിന് സ്ഥിതപ്രജ്ഞയോഗം എന്ന് പറയും. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടോ എന്നറിയില്ല. സ്ഥിതപ്രജ്ഞയോഗം നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ദിനം പ്രതിയുള്ള പ്രാർത്ഥനകളിൽ 3 കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചത്. നമ്മൾ കേരളീയർക്ക്, ഇന്ത്യക്കാർക്ക് തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഈ സമ്പ്രദായം പിന്തുടരുന്നുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, ഈശാവാസ്യ ഉപനിഷത്ത് അദ്ദേഹം വായിക്കും, ഡെയിലി പ്രയർ. രണ്ടാമത്തത് സ്ഥിതപ്രജ്ഞയോഗം വായിക്കും. മൂന്നാമത്തതാണ് രാംധുൻ. അതാണ് എല്ലാവർക്കും അറിയുന്ന രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാർ. ഇതെല്ലാവർക്കും അറിയാം. ഇത് കോൺഗ്രസ്സുകാർ ഇത് മാത്രമേ പ്രചരിപ്പിച്ചുള്ളൂ, മറ്റേ 2 പ്രചരിപ്പിച്ചില്ല അവർ. കാരണം അതെങ്ങാനും പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളാവുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം ഗീത പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഹിന്ദുക്കളായ പ്രശ്നമാണ്. അപ്പം അവർക്ക് ഈ മതപരമായ അപ്പീസ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്, ഞാൻ രാഷ്ട്രീയം പറയല്ല, പക്ഷെ അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഹിന്ദു സമൂഹം എവിടെ എത്തുമായിരുന്നു. നമ്മളെ പലതും പഠിപ്പിച്ചില്ല. ഗാന്ധിജി ഗീതയ്ക്കൊരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ടെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഗാന്ധിജി ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് എന്നറിയുന്നവരാരെങ്കിലും ഉണ്ടോ? അതിന് പേരറിയുന്നവരാരെങ്കിലും ഉണ്ടോ? മഹാത്മാഗാന്ധി ഗീതയ്ക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. നമ്മൾ ആർക്കും അറിയില്ല അത്. ആ പുസ്തകം തന്നെ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അതിന് അനാസക്തി യോഗം എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്താണ് അനാസക്തി യോഗം? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തപസ്സിൻ്റെ 2 ഭാഗമാണ്. ഒന്ന്, അറിവും അഭ്യാസവും. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയാണ്. കൃഷ്ണൻ തന്നെ പറഞ്ഞാണ്, അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധീ ഫലവദൃഢം. ഗീതയിൽ 6:34. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധീ ഫലവദൃഢം. കൃഷ്ണ, ചില സമയങ്ങളിലൊക്കെ ഒരു ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ പറ്റാതെ, മുന്നോട്ട് പോകാൻ വഴി കാണാതെ മനസ്സ് വളരെ ചഞ്ചലമായി പോവും. അതിപ്പോൾ ചഞ്ചലമാവാൻ പ്രയാസമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ, ലാബിൽ ബ്ലഡ് കൊടുത്തു, പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫോ അല്ലെങ്കിൽ നേഴ്സോ നിങ്ങളുടെ പേര് ചോദിച്ചിട്ട് ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പോസ് ചെയ്തു. പിന്നെ അവർ പറയുന്നില്ല. അപ്പം ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം നിന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കൂടെ എന്താ പോകുന്നത്? ഒന്നും പോവില്ല. നമ്മുടെ ഉള്ളിലൊരു പേടി, ഭയം, എന്താ? കാരണം എന്തോ ഒരു അപകടം ആ റിപ്പോർട്ടിലുണ്ടെന്ന് നമ്മുടെ മനസ്സറിയാതെ ചിന്തിക്കും. ഉണ്ടോ ഇല്ലയോ? ഒരു നിമിഷം മതി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സെന്ന് പറയുന്ന സാധനത്തിനെ അങ്ങനെ ലഘുവായി കാണരുത്. ചഞ്ചലം, അത് നമ്മളെ അസ്വസ്ഥമാക്കും. അപ്പം ചോദിക്കുകയാണ്, തസ്യാഹം നിഗ്രഹം, അതിനെന്താ പരിഹാരം? അതിന് കൃഷ്ണൻ പറയുന്നതാണ്, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യം. അഭ്യാസം വേണം. ഇവിടെയാണ് നമുക്ക് തപസ്സിൻ്റെ 2 ഭാഗങ്ങൾ. ഒന്നാമത്തതെന്ന് പറയുന്നത് അറിവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗീതയിലെ 55-ാം ശ്ലോകം മുതൽ ഒരു 10-18 ശ്ലോകം നമ്മൾ കുട്ടികളെ കൊണ്ട് ഡെയിലി ചൊല്ലിക്കണം. അമ്മമാർ സ്കൂളിൽ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അത് ശീലമാക്കണം. രണ്ടാമത്തതാണ് 4 കാര്യങ്ങൾ. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ നിന്ന് എടുക്കുന്നതാണത്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പറയൂ. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. എന്താണ് ഈ പ്രേമ, മൈത്രി? അതായത് നമ്മുടെയൊക്കെ ജീവിതത്തോട് നമുക്കിഷ്ടമുണ്ട്, ജീവിതത്തിൽ പലരോടും സ്നേഹമുണ്ട്, പലരോടും നമുക്കിഷ്ടമുണ്ട്, ജീവിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് സാധ്യമാക്കണമെങ്കിൽ
ആദ്യം നമ്മൾ അറിയണം, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തുള്ള മനസ്സില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നോക്കൂ, മഴ പെയ്യുന്നു. ഇത്രയും നല്ല മഴ പെയ്യുന്ന സമയത്ത് കുടയെടുക്കാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. ആണോ ഇല്ലയോ? അതുപോലെ തന്നെ നമുക്കറിയാം, സ്കൂട്ടർ ഓടിക്കുന്നവരൊരു റെയിൻ കോട്ട് ഇട്ടിട്ട് പോകണം എന്നുള്ളത്. കാരണം മഴയ്ക്ക് അതാണ് ഒരു പ്രതിവിധി നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് മഴ കൊള്ളാതിരിക്കണമെങ്കിൽ. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരു മുൻകരുതൽ എന്ന പോലെ നമുക്ക് മനക്കരുത്തുണ്ടാവാൻ, അതിനാണ് പ്രേമം. എന്താണ് ഈ പ്രേമം എന്നത്? കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രേമം എന്നാൽ ഒരാളോട് തോന്നുന്ന, കോളേജിൽ പോയിട്ട് ഐ ലവ് യു എന്ന് പറയുന്ന അല്ല പ്രേമം. ആ പ്രേമത്തെക്കുറിച്ചല്ല ഭാഗവതത്തിന് പറയാനുള്ളത്. ഇവിടെ പ്രേമം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്, ഭഗവാനിലുള്ള ഇഷ്ടമാണ്, ഭഗവാനിനുള്ള സ്നേഹമാണ്, ഭഗവാനിലുള്ള അർപ്പണമാണ്. ഇപ്പം നിങ്ങളിവിടെ വന്ന് ഭാഗവത സപ്താഹം കേൾക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾക്ക് ഭഗവാനോടൊരു പ്രേമവും ഭഗവാനിലുള്ള ഒരു ഭക്തിയും ഉണ്ടാകും. അത് വെറുതെ വന്നിരുന്നാൽ കിട്ടുന്നതല്ല, നമ്മൾ അവിടെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യണം. എത്ര കണ്ട് നമ്മൾ ഒരു ഭഗവാനിലുള്ള പ്രേമം ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ വീടുകളിൽ എന്ത് പറ്റിച്ചാൽ ഭഗവാനോട് പ്രേമം ഉണ്ടാക്കാനല്ല അമ്മമാർ ശ്രമിച്ചത്. രാവിലെ ട്യൂഷൻ അയക്കുക, വെറും സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ആണോ അല്ലയോ? രാവിലെ ട്യൂഷൻ. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഒക്കെ സ്കൂളും കൂടെ തുടങ്ങാൻ കാത്തിരിക്കുകയാണ്. രാവിലെ അമ്മമാർ ടിഫിൻ ബോക്സ് ആയിട്ട് ഇതിനെ പാക്ക് ചെയ്ത് അയച്ചു ട്യൂഷന്. ഇനി അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം ട്യൂഷൻ. ആണോ? ട്യൂഷൻ ഇല്ലാത്ത ഹിന്ദു വീടുകളുണ്ടോ? പറയൂ നിങ്ങൾ. എല്ലാവർക്കും എഡ്യൂക്കേഷനാണ് ഏറ്റവും വലുത്. പക്ഷെ അമ്മമാർ മനസ്സിലാക്കണം, കുട്ടികളുടെ ചെറുപ്പത്തിലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. തലയ്ക്കകത്ത് പ്രധാനമായും ബ്രെയിനിന് 2 പാർട്ടാണ്. ഒന്നൊരു ഇൻ്റലക്ച്വൽ പാർട്ടുള്ളത് പോലെ നമുക്കൊരു ഇമോഷണൽ പാർട്ടുണ്ട്. എന്നപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും. IQ EQ എന്നൊക്കെ അവർ പറയും. ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ പാർട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇമോഷണൽ പാർട്ട് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആവും, ഡൗൺ ആവും. ഇമോഷണൽ പാർട്ട് ഡൗൺ ആയാൽ അവിടെ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് നേരിടാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ള ആളുകളിൽ കൂടുതൽ മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും. ആണോ അല്ലയോ? ഇവിടെ ഇരിക്കുന്നവർ പറയണം, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? പണ്ടുള്ളവരെക്കാളുള്ളൊരു വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറകൾക്കുണ്ടോ? പറയൂ. ഇല്ല. പണ്ടുള്ളവരെക്കാൾ ഭാഷാ വൈദഗ്ധ്യം, പണ്ടുള്ളവരെക്കാൾ പല വിഷയങ്ങളിലുള്ള അറിവ്. ഇപ്പം മൊബൈലാണെങ്കിൽ നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് തരുന്നത്. യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഗൂഗിളിലൂടെയും നമുക്ക് കിട്ടാത്ത ഇൻഫർമേഷൻസ് ഉണ്ടോ? ഇന്ന് അറിവ് കൂടുതലാണോ അല്ലയോ? ഇതൊക്കെ ഉണ്ടായിട്ടും മാനസികമായി പഴയ ആളുകളുടെ കരുത്ത് ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ? പറയൂ, നിങ്ങൾ വിശകലനം ചെയ്യൂ, ഉണ്ടോ? അപ്പം ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കേവലം ഇൻ്റലക്ച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല എന്നല്ലേ? ശരിയാണോ ഞാൻ പറയണത്? ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ട് മാത്രം ഏതുണ്ടാവില്ല? ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല, മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പം ആ മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടാവാൻ എന്താ വേണ്ടത്? അതിനാണ് ഭക്തി, നാമജപ സംസ്കാരം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് ഓങ്കാരവും നാമവും ജപിക്കുക. ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, കുറച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യണം. മുസ്ലിം സമുദായത്തെയൊക്കെ നോക്ക് നിങ്ങൾ. മുസ്ലിം സമുദായത്തെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മൊത്തം പത്രം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആത്മഹത്യ ചെയ്യുന്നതിൽ കൂടുതൽ ഹിന്ദുക്കളാണോ മറ്റ് സമുദായക്കാരാണോ? സത്യസന്ധമായി പറയും നിങ്ങൾ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പേപ്പർ വായിക്കുന്നവരല്ലേ, ആരാണോ കൂടുതൽ? ഉറക്കെ പറയൂ. ഹിന്ദു സമൂഹത്തിലാണ്. അതുപോലെ കൂടുതൽ കുടുംബ പ്രശ്നങ്ങളുള്ളത് ഹിന്ദു സമൂഹത്തിലാണോ? പറയൂ നിങ്ങൾ. അതെ, കൂടുതലും ഓരോരോ പ്രശ്നങ്ങളുള്ളതൊക്കെ ജോലി കിട്ടാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തികമായി നമ്മളാണോ പിന്നിൽ, മറ്റുള്ളവരാണോ പിന്നിൽ? ഉറക്കെ പറയൂ. നമ്മളാണ് പിന്നിൽ. നമ്മളെ കുട്ടികൾ വളരെ ഇന്ന് PSC എഴുതിയും അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതിയും കാത്തിരിക്കുകയാണ് പലരും. ആണോ? ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ആണോ അല്ലയോ? അവരെ സമുദായത്തിൽ നോക്കൂ, കല്യാണം എളുപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽ കല്യാണം എളുപ്പം നടക്കുന്നുണ്ടോ? ഉറക്കെ പറയണം. ഇനി കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യത്തിലും വിഷമാണ്. എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമുദായം അനുഭവിക്കുന്നു. അതെന്താണ് കാരണം? എന്താരും ചിന്തിക്കാത്തത്? നമ്മൾ സപ്താഹങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു സമൂഹ തലത്തിൽ നമ്മുടെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നമ്മളാരും ചിന്തിക്കുന്നില്ല? അവരുടെ സമുദായത്തിന്
അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കൂട്ടായ്മയും കൂട്ടായ അവരുടെ ഒരു ആരാധനാ സമ്പ്രദായവും ഉണ്ടോ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു സപ്താഹം ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പം മുസ്ലിം ഏരിയയാണ്, ആ കാലിക്കറ്റ് എയർപോർട്ടിന് തൊട്ടടുത്ത്. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊക്കെ മുസ്ലിം വീടുകളാണ്. 4 മണിക്ക് അവർ എണീറ്റ് അവരെല്ലാം കുട്ടികളടക്കം നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നോക്കൂ, നമ്മുടെ കുട്ടികൾ 4 മണിക്ക് ആരെങ്കിലും എണീക്കുമോ? ഇനി എണീറ്റാൽ തന്നെ അച്ഛൻ പറയും അവിടെ കടന്നോളൂ എന്ന്, അമ്മ പറയും വല്ലതൊക്കെ. കാരണം 12 മണി വരെ ഇരുന്ന് പഠിക്കണമെന്നാണ് പറയുന്നത്. അതിരുന്ന് തോണ്ടിയോ എങ്ങനെയെങ്കിലൊക്കെ സമയം ചെലവഴിക്കുന്നത് ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഈ തരത്തിലൊക്കെ നമ്മുടെ കുട്ടികളുടെ ജീവിതചര്യ മാറിയിട്ടുണ്ടോ? രാത്രി ലേറ്റായിട്ട് പഠിക്കുക, രാവിലെ വളരെ വൈകി എണീക്കുക, എണീറ്റ ഉടനെ തന്നെ കുളിയും കഴിഞ്ഞ് അവർ ഓടുന്നു, സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഓടുന്നു. ഒരു ആധ്യാത്മികമായ ഭക്തി സംസ്കാരം, നാമജപ സംസ്കാരം, ഡെയിലിയുള്ള നാമജപ സംസ്കാരം ഉണ്ടോ ഇല്ലയോ? സത്യം പറയും, സത്യസന്ധമായി പറയും, ഉണ്ടോ? പിന്നെ എന്ത് മനോബലമാണ് നമുക്കുണ്ടാവുക? അപ്പം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മനോബലത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം തപസ്സെന്ന് പറയുന്നതാണ്. ആ തപസ്സെന്ന് പറയുന്നത് അനുഷ്ഠാനത്തിലൂടെ രൂപപ്പെടുന്നതാണ്. ഏതിലൂടെയാണ്? ഉറക്കെ പറയൂ. അനുഷ്ഠാനത്തിലൂടെ രൂപപ്പെടുന്നതാണ്. അനുഷ്ഠാനമില്ലെങ്കിൽ മനസ്സിന് ബലമില്ല. ബലമില്ലാത്തവൻ എന്ത് കേട്ടിട്ടും എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. അതാണിപ്പോൾ നമ്മുടെ അവസ്ഥ. മനസ്സിലാവുണ്ടല്ലോ? സത്യസായി ബാബ പറയും, ഇഫ് മണി ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഈസ്, മൈൻഡ് ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. മനസ്സ് പോയാൽ പിന്നെ അടിതെറ്റിയാൽ അവർക്ക് പറയൂ. ഞാനിതൊക്കെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നതിന് കാരണം ധാരാളം കൗൺസിലിംഗ് എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ +2 റാങ്ക്, എൻജിനീയറിങ്ങിന് റാങ്ക്, M.Tech ഗോൾഡ് മെഡൽ. ആ കുട്ടി PhD ചെയ്യുന്ന സമയത്ത് 3-ാമത്തെ വർഷം അത് സൂയിസൈഡ് ചെയ്തു. ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ അടുത്ത് വരുന്നത് വളരെ ലേറ്റായിട്ടാണ്. അപ്പോഴേക്കും ഡിപ്രഷൻ ഈ കുട്ടിയുടെ തലയിൽ കയറി കഴിഞ്ഞു. അപ്പോൾ നോക്കണം, ഇത്രയും റാങ്കൊക്കെ കിട്ടിയ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി വിചാരിച്ച പോലെ അവളുടെ PhD കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് സിസ്റ്റം നമ്മുടെ ഹിന്ദു സമൂഹത്തിലില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ പള്ളികളോ അവരുടെ ആളുകളോ എങ്ങനെയെങ്കിലും അതിൽ ഇടപെടാനുണ്ടായിരുന്നു. ഞാൻ പറയണത് ശരിയാണോ? അങ്ങനെ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം നമുക്ക് കുറച്ചൊന്നും അമ്മമാരൊന്ന് ഉണരണം. ഉണരണം എന്ന് പറഞ്ഞാൽ അമ്മമാരാണ് കൂടുതൽ സപ്താഹങ്ങൾക്ക് വരുന്നത്. എങ്കിലും നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരണം. അതൊരു കമ്പൽസറി നമ്മളൊന്ന് വിചാരിച്ചാൽ നടക്കും. അതിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഏറ്റെടുക്കുമോ? അത് പറഞ്ഞപ്പോൾ മിണ്ടില്ല. നിങ്ങൾ വിചാരിച്ചോ ഞാൻ പ്രഭാഷണം ചെയ്തു പോകുന്നുള്ളത്? ഞാൻ അങ്ങനെ വിടില്ല നിങ്ങളെ. ചെയ്യാൻ തയ്യാറുണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാവരും പുറകോട്ട് നോക്കുക. നമ്മൾ കുറച്ച് പേരെ വിഷ്ണു സഹസ്രനാമം, ഒരു 5 പേരെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചാൽ അത്രയൊരു മാറ്റം ഉണ്ടാക്കിക്കൂടെ? ഉറക്കെ പറയൂ. എത്ര പേർക്ക് വിഷ്ണു സഹസ്രനാമം അറിയാം? നമ്മളിലേ കണക്കാണ്. പിന്നെയുണ്ടോ ബാക്കിയുള്ളവര്? അപ്പോൾ ചൊല്ലി പഠിക്കണം തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത വർഷം ഒരു 100 കുട്ടികളെ നിങ്ങൾ തയ്യാറാക്കൂല്ലയോ? ആ ദിവസം എന്നെ വിളിക്കണേ, ഒന്ന് മുൻകൂട്ടി അറിയിച്ചാൽ ഞാനും വരാം. തീർച്ചയായിട്ടും വരും. എത്ര കുട്ടികളെ? 100 കുട്ടികളെ പറഞ്ഞുള്ളൂ, അതിലൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. 100 കുട്ടികളെ ഒരു വിഷ്ണു സഹസ്രനാമം ഞങ്ങൾ ചൊല്ലിക്കുന്നു. പ്രതിജ്ഞ ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട്? ഏറ്റെടുത്താൽ പിന്നെ ചെയ്യണത്. അത് പറഞ്ഞപ്പോൾ കയ്യും പോയി, അത് പറയേണ്ടി ചെയ്തു. അതൊന്ന് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? നോക്കൂ, നമ്മളല്ലാതെ നമ്മുടെ സമുദായത്തിൽ ആരുണ്ട്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ 2,30,000 മുസ്ലിംമാരുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ക്രിസ്ത്യൻ മേഖലയിൽ എത്ര ക്രിസ്ത്യൻ ഫാദേഴ്സിനെയും നൺസിനെയും നിങ്ങൾ കാണുന്നു ഇല്ലേ? അഹോരാത്രം അവരുടെ മതത്തിന് വേണ്ടിയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ആണോ? പറയൂ നിങ്ങൾ. ആര് നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി പ്രവർത്തിക്കും? കുറച്ച് ആചാര്യന്മാർ വിചാരിച്ചത് നടക്കുന്ന കാര്യമല്ല. അതിനൊരു കൂട്ടായ്മ വേണ്ടേ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കലോ സംഘശക്തി എന്നാണ്. കലിയുഗത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ടല്ലേ ഉപനിഷത്ത് എഴുതിയത്, ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ
തേജസ്വിനാവധീതമസ്തോ മാ വിദ്യുഷാവഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും കൂട്ടായ്മയിൽ ചെയ്യേണ്ട കാര്യമാണ്. അതിനെല്ലാവരും ഒന്ന് കമ്മിറ്റ് ചെയ്യണം. എന്നെക്കൊണ്ട് ഈ കാര്യം ഞാൻ ചെയ്തെടുക്കും. തയ്യാറാണോ? ഒരു ഹനുമാൻ സ്വാമി തയ്യാറായിരുന്നില്ലെങ്കിൽ എവിടെയാണ് സീതാദേവിയെ കണ്ടെത്താൻ സാധിക്കുക? ഹനുമാൻ സ്വാമി തയ്യാറായതുകൊണ്ടല്ലേ? ആണോ? ഞങ്ങളുടെ ജോലി, ഞങ്ങൾ ജാമ്പവാന്റെ ജോലി ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഹനുമാന്മാരാണ്. ഹനുമാൻ ഇടയ്ക്ക് വെച്ച് മറന്നുപോയി. എന്ത്? എനിക്ക് ലങ്കയിലേക്ക് ചാടാനുള്ള കഴിവുണ്ടെന്ന് ഹനുമാൻ മറന്നുപോയി. അപ്പൊ ജാമ്പവാൻ എന്ത് ചെയ്തു? ജാമ്പവാൻ പോയി ഹനുമാൻ സ്വാമിയുടെ പുറകിലൊന്ന് തട്ടി ഓർമ്മിപ്പിച്ചു, ബോധം വരുത്തി. ഹേ ഹനുമാൻ സ്വാമി, നിങ്ങൾക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതുപോലെ ഞങ്ങളിങ്ങനെ തട്ടി ഉണർത്തി പറയുകയാണ്, നിങ്ങൾക്ക് കഴിവുണ്ട്. അപ്പൊ നിങ്ങളിൽ എത്ര പേര് ഹനുമാനാവും? നിങ്ങൾ പറയും, തൽക്കാലം സ്വാമി ഞങ്ങൾ ജാമ്പവാനാവും, നിങ്ങൾ ഹനുമാനായിക്കോളൂന്ന്. എളുപ്പപ്പണി എഴുതില്ലേ? അപ്പൊ ഞങ്ങൾ ജാമ്പവാന്മാരോ ഞങ്ങൾ ഹനുമാന്മാരോ? നിങ്ങളല്ലേ ഹനുമാന്മാരാവേണ്ടത്? ആണോ? എത്ര പേര് തയ്യാറാണ്? ഇത് കേട്ടിട്ട് വേണം എനിക്ക് പ്രഭാഷണം തുടരാൻ, അല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റിലാണ് ഞാൻ ഇനി അടുത്ത പ്രഭാഷണത്തിലേക്ക് പോകേണ്ടത്. എത്ര പേര് തയ്യാറാവും? 100 പേരെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കണം. അതിന് 5 പേരെ എല്ലാവരും ഒന്ന് പഠിപ്പിച്ചെടുക്കണം. എല്ലാവരും ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ തയ്യാറായാൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൂടെ? വേണ്ടേ? വേണോ വേണ്ടയോ? ഇതൊരു 50 വർഷം ഭാഗവതം നടന്ന വേദിയാണ്. ഇതിൻ്റെ ഒരു ചൈതന്യം ഈ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാവണം. അടുത്ത ഒരു കാലം വരുമ്പോഴേക്കുണ്ടല്ലോ ഈ ഭാഗവതത്തിന്റെ മഹിമ ഈ പ്രദേശം മുഴുവൻ വ്യാപിച്ച് ഇവിടുത്തെ കുട്ടികളെ, നാളെ മറ്റുള്ളവർ പറയണം നല്ല കുട്ടികളെ കിട്ടണമെങ്കിൽ കുറിച്ചിത്താനത്ത് പോകണമെന്ന്. നല്ല കുട്ടികളെ കാണണമെങ്കിൽ, കാരണം സംസ്കാരമുള്ള ഒരു കുട്ടികളെ കാണണമെങ്കിൽ അവിടെ പോകണം. പറയിപ്പിക്കണ്ടേ? എന്താവുന്ന മിണ്ടാത്ത നിങ്ങൾ വേണം. അതിനാര് പണിയെടുക്കണം? ആരാ പണിയെടുക്കുക? താനെ ഉണ്ടാകുമോ? നമുക്കൊരു വ്യാസഭഗവാൻ ഭാഗവതം എഴുതിയില്ലായിരുന്നെങ്കിൽ നമുക്ക് എവിടെയാ ഭാഗവതം കിട്ടുന്നത്? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കൊണ്ട് എഴുതി വെച്ചതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ആണോ? അതുകൊണ്ടല്ലേ വ്യാസഭഗവാനെ ഓർക്കുന്നത്? നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായുധ പത്രനേത്ര ഏനത്വയാ ഭാരത തൈലപൂർണം പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. അങ്ങയുടെ ദീർഘവീക്ഷണം കൊണ്ട് ഇതാ ഞങ്ങൾക്ക് ഈ ജ്ഞാനനിധി കിട്ടുകയുണ്ടായി. ഇതുപോലെ അല്പം ദീർഘവീക്ഷണം നമുക്ക് വേണ്ടേ? വേണോ വേണ്ടയോ? എത്ര പേര് തയ്യാറാണെന്ന് കൈവക്കുന്നിട്ട് വേണം എനിക്ക് തുടരാൻ. പോരാ, എൻ്റെ അഭിപ്രായത്തിൽ പോരാ. ഒരു നല്ലൊരു ശതമാനം ആളുകൾ മെനക്കെടണം. എത്ര പേര് ഒന്നുകൂടി മനസ്സിൽ പറയും ഞാൻ തയ്യാറാണെന്ന്? ഒന്ന് മനസ്സിൽ പറയും ഞാൻ തയ്യാറാണെന്ന്. എനിക്കിങ്ങോട്ട് ഒരു ഉറപ്പ് വരുന്നില്ല. നോക്കൂ, നിങ്ങൾ ഇത്രയും 50 കൊല്ലം ഇവിടെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പോഴുള്ള ഹംസങ്ങൾ നടത്തിയ സപ്താഹ ഒരു സ്ഥലത്ത് ഒരു മാറ്റമുണ്ടാക്കണ്ടേ? വേണ്ടേ? വേണോ വേണ്ടയോ? അത് നിങ്ങൾക്കല്ലാതെ വേറെ ആൾക്ക് പറ്റില്ല. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ. കൃഷ്ണൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഉദ്ധരേതാത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ടത് നമ്മളാണ്. നമ്മൾ ഉയർത്തുകയും വേണം, മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കണം. തയ്യാറാണോ? പലരും അവിടെ ഉയരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴ കൊണ്ടിട്ടാണെന്ന്. ഓക്കെ, അപ്പം നിൽക്കട്ടെ. അപ്പം എല്ലാവരും ഒന്ന് കൈപൊക്കൂ. എല്ലാവരും കൈപൊക്കൂ. നിങ്ങളൊക്കെ ഏറ്റെടുത്ത പോലെ ഇപ്പം ഞാൻ കണക്കാക്കുന്നത്. ഇനി നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. എല്ലാവരും കമ്മിറ്റ് ചെയ്ത പോലെയാണ്. അമ്പലത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്, സപ്താഹത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് മെനക്കെട് തന്നെ വേണം. എല്ലാവരും വിഷ്ണു സഹസ്രനാമം വായിക്കുകയും വേണം, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുകയും. ഭക്തിയാ സഞ്ജായതാ ഭക്തി എന്നാണ്. നമ്മൾ വായിക്കുകയും വേണം, മറ്റുള്ളവരെ കൊണ്ട്. എനിക്കുണ്ടല്ലോ ഏറ്റവും ഭഗവാൻ പറയുന്ന ഒരു വരികളെ ഇഷ്ടപ്പെട്ടത്. ഭഗവാൻ ഗീതയിൽ പറയും, ആരാണോ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അധ്യേക്ഷദേശീമം ധർമ്മം സംവാദം മാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാൽമതീന. എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും. അത് സത്യമാണത്. നിൽക്കട്ടെ. അപ്പം നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. തപസ്. അപ്പം തപസ്സിൻ്റെ 2 കാര്യങ്ങളാണ് ജ്ഞാനവും അനുഷ്ഠാനവും. എന്താണ്? അവർക്ക് പറയൂ. ജ്ഞാനവും അനുഷ്ഠാനം. അത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടോ ഇല്ലയോ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിലൊക്കെ ഈ ജ്ഞാനവും അനുഷ്ഠാനവും ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതിനെയാണ് ഒന്നാമത്തെ കാല് തളർന്നിരിക്കുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ 3 കാലിൽ ഒരു കാലം ഇപ്പോൾ തളർന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. 2 തളർന്നിരിക്കുന്ന മറ്റൊരു കാലാണ് ശൗചം. എന്താണ്?
ശൗചം എന്ന് പറയുന്ന കാലം. എന്താ ഈ ശൗചം എന്ന് പറയുന്നത്? ശുചിത്വം. പണ്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴുകി വൃത്തിയാക്കുന്നതിനെയാണ് ശൗചം ചെയ്യാന്ന് പഴയ ആളുകൾ, കാരണവന്മാരുടെ ഭാഷ അതാണ്. അതുകൊണ്ടാണ് ശൗചാലയം വന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തെ ശൗചം ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഇവിടെ ശുചിത്വം ഉണ്ടാക്കേണ്ടത്, മാലിന്യം കളയേണ്ടത് മനസ്സിൽ നിന്ന്. അപ്പൊ മനസ്സിൽ നിന്നും കളയേണ്ട മാലിന്യമാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ: അലസതയും അവശതയും. ഏതൊക്കെയാണ്? അലസതയും അവശതയും. അതിനാണ് നമ്മുടെ ഋഷിവര്യന്മാരെ നമുക്ക് കൃത്യനിഷ്ഠ പറഞ്ഞത്. വാസ്തവത്തിൽ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെയോ എത്തേണ്ടവരായിരുന്നു നമ്മളെ ഹിന്ദുക്കൾ. എനിക്കറിയോ, നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ മഹിമ അറിയില്ല, ആരും പറഞ്ഞു തന്നില്ല. നമ്മളെല്ലാവരും അമ്പലത്തിൽ ഇങ്ങനെ പോകുന്നത് മുമ്പേ ഗമിച്ചിരുന്ന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളല്ല എന്ന് പറഞ്ഞ പോലെ എവിടെയാണ് അമ്മ കുമ്പിടുന്നത് അവിടെയൊക്കെ മക്കളും കുമ്പിടും. ഒരു പക്ഷേ അമ്മ കുനിഞ്ഞിട്ടുണ്ടാവും, അമ്മയുടെ കയ്യിൽ നിന്ന് വല്ല പൈസയും പോയി എടുക്കാനായിരിക്കും. പക്ഷെ കുട്ടിക്ക് അറിയില്ലല്ലോ അത് പൈസ എടുക്കാനാണെന്നുള്ളത്. അങ്ങനെ ഒരു ഭക്തിയാണ് ഇപ്പൊ ഹിന്ദുക്കൾ കൊണ്ട് നടക്കുന്നത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ഈ അമ്പലത്തിൽ അനുഷ്ഠിക്കുന്ന പലതും മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബോധമുണ്ടാവണം. ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം ക്ഷതം, ക്ഷേത്രം, രണ്ടക്ഷരങ്ങൾ. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത്. എന്താണ്? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന കേന്ദ്രമാണ് ഇത് ക്ഷേത്രം. അപ്പൊ നമുക്ക് രണ്ട് ശരീരങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്ഥൂല ശരീരവും. ഈ വിഷയത്തിലേക്കൊക്കെ കൂടുതൽ പോയാൽ സമയം ഒരുപാട് പോകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. മനുഷ്യന് രണ്ട് ശരീരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഇപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഫിസിക്സ് ഒക്കെ അത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാലത്ത് എനർജി ആൻഡ് മാസ്, എനർജിയാണ് മാസായി മാറുന്നത്. അതൊരു സംശയമില്ല. അപ്പം എനർജി സൂക്ഷ്മമാണ്, മാസ് മാറ്റർ എന്ന് പറയുന്നത് സ്ഥൂലമാണ്. ഇതിനെയാണ് സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരം. അപ്പൊ സൂക്ഷ്മ ശരീരം എന്ന മനസ്സ് അത് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ചിന്തകൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഒരു സ്കാനിങ് മെഷീനും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല മനസ്സിനെ കാണിച്ചു തരുന്ന. രണ്ടാമത്തത് നമുക്ക് സ്ഥൂല ശരീരമാണ് കാണാൻ സാധിക്കും. ഈ സ്ഥൂല ശരീരത്തിന് ക്ഷതമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാധികളാണ് സ്ഥൂല ശരീരത്തിന്റെ ക്ഷതം എന്ന് പറയുന്നത്. ഈ വ്യാധികളെ മാറ്റാൻ ക്ഷേത്രം സഹായിക്കുമോ? തീർച്ചയായിട്ടും. കാലത്തെണീറ്റ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയോ, നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ ഉള്ള കേന്ദ്രമാണ്. O2 എന്ന് പറയുന്ന ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ, നമ്മുടെ ബ്ലഡിലേക്ക് വേണ്ടുന്ന, നമ്മുടെ സെൽസിലേക്ക് വേണ്ടുന്ന, അതിൻ്റെ ജീവിതവും അതിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ വേണ്ടുന്ന ഓക്സിജൻ, ഏറ്റവും ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് ക്ഷേത്രം. അമ്പലത്തിൽ പോയി ഒരു 6 മണിക്കൊക്കെ എണീറ്റ് അങ്ങോട്ട് പ്രദക്ഷിണം വയ്ക്കുക. കുറച്ച് നേരം ഒരു 5-6 തവണ അങ്ങോട്ട് വെക്കുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് സെല്ലിലേക്ക് അത്രയും ഓക്സിജൻ പ്രവേശിക്കുമ്പോൾ നമുക്കുള്ള പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ഇന്നാണെങ്കിൽ നിങ്ങൾക്കറിയോ, പുതിയ പുതിയ കോവിഡിൻ്റെ വകഭേദങ്ങൾ ഇപ്പം സിംഗപ്പൂരിൽ 28,000 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത മാസം സിംഗപ്പൂരിൽ പോകേണ്ട ആളായിരുന്നു. പക്ഷെ അവിടുത്തെ കോവിഡിൻ്റെ വ്യാപനം കാരണം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. കാരണം കോവിഡ് കൂടിയിരിക്കുകയാണ്. അവർ 4ാമത്തെ ഡോസിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇപ്പം ലോകം മുഴുവൻ ഇങ്ങനെ കോവിഡ് ഇപ്പോഴും വ്യാപിച്ചിട്ടുണ്ട്. ഇല്ല, പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിനെന്താണ് വഴി? ശരീരത്തിന് നമുക്ക് ഓക്സിജൻ ലെവൽ കൂടണം. ആ ഓക്സിജൻ കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയുന്നത്. ഓക്സോമീറ്റർ എന്നൊക്കെ കണ്ടില്ലേ നിങ്ങൾ? കോവിഡ് കാലത്ത് ആളുകൾ ഇങ്ങനെ ഓക്സിജൻ്റെ ലെവൽ നോക്കാൻ ഇല്ലേ, കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്, വൈറ്റമിൻ ഡി പോലുള്ളതൊക്കെ രാവിലെ കിട്ടാൻ ഏറ്റവും നല്ലൊരു കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിൻ്റെ വ്യാധിയെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ ക്ഷേത്ര അനുഷ്ഠാനങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി രണ്ടാമത്തത് മനസ്സും ഒരു ശരീരമാണ്, സൂക്ഷ്മ ശരീരമാണ്. അതിൻ്റെ വ്യാധിയാണ് ആദി എന്ന് പറയുന്നത്. ആദി മനസ്സിനും വ്യാധി ശരീരത്തിനും. ഈ ആദി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചിന്തകൾ, ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ, പല ഭയങ്ങൾ, പലതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൽ സങ്കീർണമായ ചിന്തകളെ ഇതെങ്ങനെ പരിഹരിക്കും? അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക, കുട്ടികൾ അവരുടെ വിഷമങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് തുറന്നു പറയുന്നവരല്ല. എല്ലാം ഉള്ളിലടക്കി കൊണ്ടു നടക്കുന്നവരാണ്. അതിന് അച്ഛനെയും അമ്മയും പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അവർക്ക് തോന്നുന്നില്ല.
അവരും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി എല്ലാം എന്ത് ചെയ്യും? സപ്രസ് ചെയ്ത് നടക്കും. ഈ സപ്രസ് ചെയ്യുന്നതാണ് പിന്നെ പലപ്പോഴും അവരെ വേണ്ടാത്ത തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചിലവർ ഡിപ്രഷനിലേക്ക് പോകുന്നു, ചിലർ സൂയിസൈഡിലേക്ക് പോകുന്നു, പലരും ചില രീതിയിൽ ജീവിതത്തിൽ വഴിതെറ്റി പോകുന്നു. ഞാനിത് പറയാൻ കാരണം, നല്ല 2 കപ്പിൾസെ ഞാൻ തിരുവനന്തപുരം സപ്താഹം കഴിഞ്ഞിട്ട് വരികയാണ്. ഞാനിതൊക്കെ പറയുന്നത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഇപ്പം 2 നല്ല ഉദ്യോഗസ്ഥന്മാർ 2 പേരും, അവർക്കുണ്ടായ കുട്ടി ഓട്ടിസം ബാധിച്ച കുട്ടി. ആ കുട്ടിയാണ് അവർ പ്രസവിച്ചത്. 2ഉം ഡിപ്രഷനിലായി, ഭാര്യയും ഭർത്താവും. ഭർത്താവ് ഇപ്പോൾ ഒരു കുടിയനായി മാറി. നല്ല ഉദ്യോഗസ്ഥനായതോ, IT നല്ല ജോലിയുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് വൈകുന്നേരം ഡ്രിങ്ക്സ് വേണം, അല്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ 2 പേരും വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഈ വിപത്തുനിന്ന് പുറത്ത് കിടക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദിയിലേക്ക് പോവാതിരിക്കാൻ മനസ്സിനെ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയിലൂടെ ആയിരിക്കും ഭഗവാൻ ഞങ്ങൾക്കൊരു പുതിയ വെളിച്ചം തന്നിട്ടുണ്ടാവുക. ഈ കുട്ടിയെ ഞങ്ങൾ നോക്കാൻ ഭഗവാൻ ഒരുപക്ഷെ ഞങ്ങളെ ഏൽപ്പിച്ചതായിരിക്കും. അല്ലെങ്കിൽ അറിയില്ല, നാളെ ഈ കുട്ടി എത്ര പ്രസിദ്ധനായി മാറുന്ന കുട്ടിയാണ്, കുട്ടിയിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ആ കഴിവുകൾ കാണിച്ചു കൊടുക്കാനായിരിക്കും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. പോസിറ്റീവായി ചിന്തിക്കണ്ടേ? പോസിറ്റീവായി ചിന്തിക്കണ്ടേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത വരുന്നില്ല. നെഗറ്റീവോ, ദൈവം ഞങ്ങളെ ശിക്ഷിച്ചുവല്ലോ, ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻവാലിഡ് കുട്ടിയാണല്ലോ തന്നത്, ദൈവം എന്തിനാ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്? അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് മനുഷ്യൻ പോവാതിരിക്കണമെങ്കിൽ, തലമുറകൾ പോവാതിരിക്കണമെങ്കിൽ, അവരിലെ ആദിയെ മാറ്റാൻ അവർക്ക് ചില അനുഷ്ഠാനങ്ങൾ വേണം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ നാമജപത്തിന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കും. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി രാവിലെ അമ്പലത്തിൽ പോയി ശീലിച്ചു നോക്കണം. അതുപോലെ ലളിതാ സഹസ്രനാമം വൈകുന്നേരം ചൊല്ലി ശീലിക്കണം. ഇതൊക്കെ നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരിലെ വ്യാധിയും മാറും. അവർക്ക് പറയൂ, ഇത് തന്നെയാണ് ശുചിത്വം എന്ന് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും ശുചിത്വം ഉണ്ടാവാൻ, ശരീരത്തിനും ആരോഗ്യം വേണം, മനസ്സിനും ആരോഗ്യം വേണം. വേണോ വേണ്ടേ? പറയൂ. അപ്പൊ 2ാമത്തെ, ഇന്നിപ്പോ അതുണ്ടോ? ശരീരത്തിന് പ്രതിരോധമുണ്ടോ? മനസ്സിന് പ്രതിരോധമുണ്ടോ? പറയൂ. 2ാമത്തെ കാലം തളർന്നു. 1ാമത്തെ നേരത്തെ കണ്ടു തളർന്നു. ഏത്? 1ാമത്തത് ഏതായിരുന്നു? തപസ്സില്ല. 2ാമത്തത് ശൗചവുമില്ല. ഇനി 3ാമത്തെ ദയ. ആ ദയ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ദയ എന്ന് പറയുന്നത് 10 രൂപ കൊടുക്കുന്ന ദയയാണ്, ഇല്ലേ? കള്ളു കുടിക്കുന്നവന് 10 രൂപ കൊടുക്കുന്ന വലിയ ദയയായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ദയ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾ എന്ന് വളർന്നു വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഫാദറും പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ ഒരു സിനിമ ട്രെൻഡൊക്കെ നോക്കൂ നിങ്ങൾ. അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ, ഞാൻ സിനിമ കാണാറില്ല, പക്ഷെ സിനിമയുടെ റിവ്യൂ വായിക്കും. കാരണം സിനിമയൊന്നും കാണാൻ എൻ്റെ തലയിൽ യോഗവുമില്ല, എനിക്കൊട്ട് സമയമില്ല, എന്നാൽ ഒന്നാമത് അതിനോട് ക്രേസും ഇല്ല. അതായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ റിവ്യൂ വായിക്കും, എല്ലാം അപ്ഡേറ്റ് ചെയ്യും, നോളജ്. അപ്പം അതിൽ 2-3 പടങ്ങളൊക്കെ, ഒന്ന് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളൊരു പടം കണ്ടു. ആരെങ്കിലും? എത്ര പേര് കണ്ടു? അതൊന്നും മുടങ്ങരുതേ. പിന്നെ ആവേശം എന്നൊരു പടം എത്ര പേര് കണ്ടു? എത്ര പേര് കണ്ടു? കേട്ടു ഇതിനെക്കുറിച്ചൊക്കെ? ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ, അതിൽ 3 കാര്യത്തിനാണ് പ്രാധാന്യം. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഒരുപാട് കുടിക്കുക, അവർ ഗ്രൂപ്പായിട്ട് കുടിക്കുക. പിന്നെ ഉള്ള അടിപിടി ബഹളം. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അത് മനസ്സിലവർക്കാൻ ഇത് കുറേ സ്റ്റണ്ടുകളാണ്, അടി ബഹളം ആണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കാൻ പകയുള്ളവരായി മാറുക. ഇതൊക്കെയാണ് ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ കാണുന്നത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇപ്പം ഇങ്ങനെ ഒരു തലമുറയെ സിനിമകൾ സ്വാധീനിക്കുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കണം, കുട്ടികളോട് പറയണം, ദയ എന്ന് പറയുന്നത് കള്ളു കുടിച്ച് മേടിച്ചു കൊടുക്കുന്നതോ, ദയ എന്ന് പറയുന്നത് കൂട്ടത്തിൽ കൂടി ഫ്രണ്ട്സിന് വേണ്ടി തല്ലുന്നതോ അല്ല ദയ. ദയ എന്ന് പറയുന്നത് അവനവനും ഉയരണം, പറയൂ, മറ്റുള്ളവരും ഉയരണം. അങ്ങനെ ഉയർത്താൻ പറ്റുന്ന ഒരു മനസ്സിന് മോട്ടിവേഷൻ കൊടുക്കണം. നല്ലത് ചിന്തിക്കാൻ സാധിക്കണം, നല്ലത് പറയാൻ സാധിക്കണം. വേണ്ടേ? നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും സാധിക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് ഉയർന്നു വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ തപസ്സും ശൗചവും ഉണ്ടെങ്കിലേ ഏതുണ്ടാവുള്ളൂ? ദയ ഉള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി ഋഷിവര്യന്മാര് നമ്മളോട് പറയുന്നത് സ്വയം ഉയരുകയും വേണം, മറ്റുള്ളവരെ ഉയർത്തുകയും വേണം. നിങ്ങൾ നോക്കൂ, ഈ ഭാഗവതം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷിത്ത മഹാരാജാവിന്
ശ്രീശുക ബ്രഹ്മർഷി ഭാഗവതം പറയുമ്പോൾ അവിടെ ഇരുന്ന് കേൾക്കുന്നു സൂത മഹർഷി. സൂതൻ അത് കേട്ടിട്ട് അവിടെ ഉള്ളിൽ വെച്ചില്ല. അദ്ദേഹത്തിന്റെ ദയ പുറത്തേക്ക് വരുന്നു. അദ്ദേഹം ശൗനകാദി മഹർഷി വര്യന്മാർക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. അവിടുന്നാണ് പിന്നീട് ഈ ഭാഗവതം അങ്ങോട്ട് പ്രചാരമായി വന്നത്. എത്രയെത്ര മഹാന്മാർ ശങ്കരാചാര്യസ്വാമികളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഗോവിന്ദാചാര്യസ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ശ്രീധരസ്വാമികൾ. ഈ ശ്രീധരസ്വാമികളാണ് പിൽക്കാലത്ത് ഭാഗവതത്തിനൊരു കമന്ററി എഴുതിയത്. പിന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലുള്ള ആളുകൾ എക്സോസ്റ്റീവായിട്ടുള്ള ഒരു വലിയ കമന്ററി എഴുതിയത്. പിന്നെ അങ്ങോട്ട് എത്രയെത്ര മഹാന്മാർ, നേരത്തെ പറഞ്ഞ വൈശ്രവണത്തും അതുപോലെ തന്നെ തട്ടയൂരും മൂട്ടൂരും തുടങ്ങിയ അനവധി ആനമാധവൻ നമ്പൂതിരി, അതുപോലെ വള്ളിയൂർ ശങ്കരൻ തിരുമി, ഇങ്ങനെ ഒരുപാട് ആചാര്യന്മാർ അക്ഷീണം പ്രവർത്തിച്ച് ചെറിയൊരു ദക്ഷിണയും കിട്ടിക്കൊണ്ട് അവർ ഈ ഭാഗവതത്തെ അങ്ങോട്ട് ഉപാസിച്ച് പ്രചാരം നടത്തിയതുകൊണ്ടല്ലേ ഇന്ന് നമുക്ക് ഈ വേദി കിട്ടിയത്. ആണോ അല്ലയോ? അവരെല്ലാം ഭാഗവതം വീട്ടിലിരുന്ന് വായിച്ചിരുന്നു. ആർക്കും അത് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭാഗവതം ഇവിടെ എത്തുമായിരുന്നു. അപ്പൊ ഇതുപോലെ സ്വയം അവനവന് വേണ്ടി ഉപാസിക്കുകയും ഉയരുകയും മറ്റുള്ളവരെ അവർക്ക് പറയൂ, ഈ ഒരു വലിയ മഹത്തായ മനസ്സിന്റെ പേരാണ് ദയ എന്ന് പറയുന്നത്. കൈ പിടിച്ചുയർത്താനുള്ള കഴിവ്. മനസ്സിലാവുണ്ടല്ലേ? കേവലം സാമ്പത്തിക സഹായം മാത്രമല്ല, കൈപിടിച്ച് ഉയർത്തുക. സാമ്പത്തികം തീർച്ചയായിട്ടും വേണം. വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികം വേണം. പക്ഷെ എന്നും സാമ്പത്തികം മാത്രമായാൽ മാനസികമായി ഒരിക്കലും ഉയരില്ല. കാരണം എന്തൊക്കെ നമ്മൾ ഇവിടെ ചെയ്താലും ഒരു ദിവസം ഈ ശരീരത്തെ നമ്മൾ വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി, ഈ വസ്ത്രം ഇവിടെ അഴിച്ചിട്ടിട്ട് വേണം പോവാൻ. പോകുന്ന മനസ്സിനെ നല്ല ചിന്തകളോടുകൂടി കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അനുഭവിച്ചതൊക്കെ വീണ്ടും അനുഭവിക്കാനായി പുനരഭി ജനനം, പുനരഭി മരണം, പിന്നെ ഇതിനൊരു അവസാനമുണ്ടോ? അതുകൊണ്ട് ഭാഗവതത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട ഒരു പരമഹംസ പദവിയുണ്ട്. അവസാനം എത്തേണ്ടുന്ന ഭഗവാന്റെ പാദഭക്തി, അതിലേക്കുള്ളൊരു ലയമുണ്ട്. ആ ബോധത്തിലേക്കുള്ളൊരു ലയമുണ്ട്. മനുഷ്യനെ എത്തിക്കുന്നത് അവിടെയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കേവലം ഒരു കഥ മാത്രമല്ല ഭാഗവതം പറയുന്നത്. ഭാഗവതം പറയുന്നത് മനുഷ്യനിലൊരു ബോധ മനസ്സുണ്ട്, മനുഷ്യരിലൊരു അബോധ മനസ്സുണ്ട്, മനുഷ്യരിലൊരു ഉപബോധ മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നാലാമത്തതൊന്നുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡോ അല്ലെങ്കിൽ കാൻഡോ അങ്ങനെയുള്ള അവരൊന്നും മനസ്സിലാക്കിയ ഒരു മനസ്സല്ലത്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനസ്സിലാക്കിയ, ഭാരതത്തിലെ എത്രയോ അനുഭവസ്ഥരായ ആചാര്യന്മാർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതിന് അവബോധം എന്നൊരു വാക്ക്. എന്താണ് അവബോധം? ഭട്ടതിരിപ്പാട് തുടങ്ങുന്ന, നാരായണീയം തുടങ്ങുന്ന എങ്ങനെയാണ്? സാന്ദ്രാനന്ദാവബോധം എന്നാണ്. അവബോധം എന്നൊരു വാക്ക് അല്ലേ? ഗീതയിലും കൃഷ്ണൻ പറയും, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. മനുഷ്യരിലൊരു നാലാമത്തൊരു മൈൻഡ് ഉണ്ട്, നാലാമത്തെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്. അതിന് അവബോധം എന്ന് പറയും. ഈ അവബോധം എന്ന് പറയുന്ന ഒരവസ്ഥ തപസ്സിലൂടെ മനുഷ്യൻ രൂപപ്പെടുത്തുമ്പോൾ അവൻ്റെ മനസ്സ് സമചിത്തമായി മാറുമെന്നാണ്. ആ സമചിത്തമായ ഒരു മനസ്സുകൊണ്ട് ജീവിക്കുമ്പോൾ, ബുദ്ധിയും സമചിത്തതയും ഒരുമിച്ച് സമന്വയിപ്പിക്കുമ്പോൾ അവിടെയാണ് ജീവിത പ്രശ്നങ്ങളെ നമുക്ക് എളുപ്പത്തിൽ തരണം ചെയ്യാനുള്ളൊരു കരുത്തും അവസാനം അവനവൻ്റെ ആത്മബോധത്തിലേക്ക്, താൻ ആത്മാവാണ്, ബോധമാണ് എന്ന അറിവിലേക്ക് മനുഷ്യൻ എത്തുന്നത്. ഇന്ന് കാലം വളരെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. കുട്ടികളൊക്കെ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കണം, നാളെ നിങ്ങളുടെ ജീവിതത്തെ വലിയ വെല്ലുവിളിയായിട്ട് വരുന്ന ഒന്നാണ്, ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് ചിന്തിക്കാനും നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുന്ന യന്ത്ര മനുഷ്യരുടെ വരവിൻ്റെ ലോകത്തിലേക്കാണ് നമ്മൾ കാൽവെക്കുന്നത്. ഇനിയിപ്പോൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റോബോട്ടിക് സയൻസ് ഇപ്പം തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പം ജപ്പാനൊക്കെ ആ ഒരു സയൻസിനെ വളരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് ഇവിടെ നിന്നിട്ട് ആ പ്രോഗ്രസ് കാണില്ല. ലോകം ഇന്ന് വളരെ, ഇപ്പോഴത്തെയൊക്കെ ഇവരുടെ ഈ മെഡിക്കൽ എക്സ്പോ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് റോബോട്ടിക് സയൻസ് കൊണ്ടുള്ള ഓപ്പറേഷനിലേക്കൊക്കെ ലോകം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വശത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ ഭാരതത്തിന് എന്താണ് കോൺട്രിബ്യൂഷൻ?
കേവലം കുട്ടികളെ ട്യൂഷനും കേവലം കുട്ടികളെ സ്കൂളിലും മാത്രം പഠിപ്പിച്ചതുകൊണ്ട് ആ ഇൻ്റലക്ച്വൽ കഴിവുള്ളത് കൊണ്ട് മാത്രം ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇനി അവർക്ക് വേണ്ടുന്നത് അവരുടെ ഉള്ളിലുള്ള പ്രതിഭകളെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള, ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള, പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള, പുതിയ ലോകത്തെ കണ്ടുപിടിക്കാനുള്ള ഉൾക്കാഴ്ച അവർക്ക് വേണം. വേണോ വേണ്ടയോ? വേണം. അങ്ങനെ ഒരു ഉൾക്കാഴ്ച അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു തപസ് വേണം. നിങ്ങൾ നോക്കുക, മഹാഭാരതം എന്ന് പറയുന്ന യുദ്ധത്തില് പാണ്ഡവന്മാർക്ക് വേണമെങ്കിൽ 12 വർഷം വനവാസക്കാലം വെറുതെ ഇരുന്ന് സമയം ചെലവഴിക്കാമായിരുന്നു. പക്ഷെ അവർ സമയം ചെലവഴിച്ചില്ല. കൃഷ്ണൻ പറഞ്ഞു, വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടുന്ന ആയുധം തയ്യാറാക്കണം. അർജുനൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് പരമശിവനുമായി ഏറ്റുമുട്ടിയിട്ട് പാശുപതാസ്ത്രം നേടിയെടുക്കുന്നത് അല്ലേ? കേട്ടില്ലേ? കഥകളൊക്കെ കേട്ടില്ലേ? എന്തിനാണ് ഇത്തരം കഥകൾ പറയുന്നത്? മുന്നിലുള്ള വെല്ലുവിളികൾ വലുതാണെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരുക്കവും അത്രയും ശക്തമാവണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ആത്മീയ ബോധത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാലം വളരെ അടുത്തിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും മുമ്പത്തേക്കാളും വളരെ, നമ്മൾ പഠിച്ചു വന്ന കാലമല്ല ഇനി പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ പ്രതിസന്ധികളും. അപ്പം അതിനവരുടെ മനസ്സിനെ തയ്യാറാക്കിയെടുക്കാൻ ഇത്തരം ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൂടെ നമുക്കൊരു ഉൾക്കാഴ്ചകൾ നേടേണ്ടതുണ്ട്. കേവലം ഇവിടെ കേട്ടു പോവുക മാത്രമല്ല, അവിടുത്തെ തലമുറകളെ തയ്യാറാക്കാനുള്ള ഒരു പ്രതിജ്ഞ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 100 കുട്ടികളെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കണമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അടുത്ത തലമുറയെ നമ്മൾ തയ്യാറാക്കാനുള്ള ഒരു ഒരുക്കം കൂടിയാണ്. നമ്മൾ ഇതുവരെ ജീവിച്ച പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടറുടെ എടുത്തു നോക്കിയാലും, ഞാൻ പറയുന്ന മെഡിസിൻ എടുത്തു നോക്കിയാലും, അതുപോലെ സിവിൽ സർവീസ് എടുത്തു നോക്കിയാലും, ഇതര മതക്കാർ വളരെയധികം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള തയ്യാറെടുപ്പുകൾ അവരുടെ മതത്തിൻ്റെ ആളുകൾ നടത്തുന്നുണ്ട്, അവരുടെ കൂടെയുള്ളവർ നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ SSLC റിസൾട്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോകബോധം ഉള്ളവർ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചു ഈ വർഷത്തെ SSLC റിസൾട്ട്? ആരെങ്കിലും നോക്കിയോ? പൊതുവെ മലപ്പുറവും കോഴിക്കോട് ജില്ലയും, ഈ 2 ജില്ലകൾ മുസ്ലിം ആധിപത്യ ജില്ലകളായതുകൊണ്ട് റിസൾട്ട് എപ്പോഴും പുറകിലാണ്. എന്നാൽ ഈ വർഷത്തെ റിസൾട്ട് നോക്കി നിങ്ങൾ, ഏറ്റവും പ്രബുദ്ധരെന്ന് പറയുന്ന കോട്ടയം ജില്ല വളരെ എഡ്യൂക്കേഷനിൽ മുൻതൂക്കമുള്ള ജില്ലയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം വളരെ മുൻതൂക്കമുള്ള ജില്ലയാണ്. എന്നാൽ ഈ വർഷത്തെ SSLC റിസൾട്ടിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ജില്ല ഏതാണെന്നറിയോ? മലപ്പുറം ജില്ലയാണ്. എങ്ങനെ ഇത്ര പിന്നോക്കം നിന്നൊരു ജില്ലയെ മുന്നോട്ട് ആക്കിയെടുത്തത്? അപ്പം അവരാരൊക്കെ അക്ഷീണമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഉണ്ടോ ഇല്ലയോ? അവരുടെ സമൂഹം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്, അവിടെ മുസ്ലിം സമുദായമാണ് ഭൂരിപക്ഷം. അപ്പം അവരുടെ മതത്തിന് വേണ്ടി, അവരുടെ തലമുറകൾക്ക് വേണ്ടി അവർ നല്ലവണ്ണം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ കുട്ടികളെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ബോധം ഹിന്ദുക്കൾക്ക് ഇനി ഉണ്ടാവണ്ടേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? സപ്താഹവും കേട്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ചു പോയിട്ട് നമ്മൾ നന്നാവും തോന്നുന്നുണ്ടോ നമുക്ക്? ഞാൻ സത്യസന്ധമായി പറയാണ്, നമ്മളൊരു ഉത്തരവാദിത്വമുള്ളവരായി മാറണം. കൃഷ്ണനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഭഗവാനെ അങ്ങ് അക്ഷീണം പ്രവർത്തിക്കുന്നത്? ഭഗവാൻ പറയുന്നു, ലോകസംഗ്രഹം മേവാതി. എനിക്ക് വ്യക്തിപരമായി ഒന്നും നേടാനില്ല അർജുന, ഒരു കാര്യം ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ലോകസംഗ്രഹം ഏവാബി. എന്താ വാക്ക്? ഉറക്കെ പറയൂ. നമ്മുടെ കേരളത്തിൽ ജനിച്ച് ലോകം മുഴുവൻ വെളിച്ചം കാണിച്ച ആദിശങ്കരാചാര്യ സ്വാമികൾ, ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് തന്ന ഒരു മന്ത്രമുണ്ട്. എന്തായിരിക്കണം ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച? എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ച? അദ്ദേഹം പറയുന്നു 2 കാര്യങ്ങൾ. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതാർത്ഥം എന്നാണ്. 2 വാക്കുകൾ. എന്താ പറഞ്ഞത്? എല്ലാവരും ഉറക്കെ പറയൂ. ആത്മനോ മോക്ഷാർത്ഥം. പറയൂ. അവനവനെ ഉയർത്തണം. മോക്ഷം എന്ന് പറഞ്ഞാൽ ചത്തുപോകുന്നതല്ല, അവനവനെ ഉയർത്തണം. അവനവൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ടോ ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറണം. അതിന് ഭഗവാന്റെ പാദഭക്തി വേണം, നിരന്തരമായ അനുഷ്ഠാനങ്ങൾ വേണം, ഒരു കൃത്യനിഷ്ഠ വേണം, ജപങ്ങൾ വേണം. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് അവനവൻ്റെ ദുഃഖങ്ങളെ മാറ്റിയെടുക്കണം. മനസ്സിലാക്കുക, ദുഃഖങ്ങളൊന്നും മാറുകയില്ല. ഒരു ദുഃഖവും മാറ്റാൻ ആർക്കും പറ്റില്ല. ഇന്നത്തെ ഫിസിക്സിന്റെ തലത്തിൽ പറയാണ്, യു കാൺ ഡിസ്ട്രോയ് എനി കൈൻഡ് ഓഫ് എനർജി.
നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം ഒരു എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ്. അതിനെ മാറ്റാൻ അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ അതിനെന്ത് ചെയ്യാം? പരിവർത്തനം വരുത്താം. യു ക്യാൻ ട്രാൻസ്ഫോം ദ എനർജി, യു കാൻ ഡിസ്ട്രോയ് ദ എനർജി. അപ്പൊ നമ്മൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് എനർജി എല്ലാം പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. അനുഷ്ഠാനം ചെയ്യാതെ എങ്ങനെയാ ദുഃഖം പോകും? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ ഒരു അനുഷ്ഠാനവും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കും മനസ്സിനെ? അപ്പൊ യു കാൺ ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി. ഇന്നത്തെ സയൻസ് ഉൾക്കൊണ്ടാൽ തന്നെ നമുക്ക് അനുഷ്ഠാനം വേണോ വേണ്ടയോ? നമ്മുടെ തലമുറകൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അടുത്തൊരു സമൂഹത്തിനെ, അടുത്തൊരു ജീവിതത്തെ അവർക്ക് നേരിടാൻ പ്രാപ്തമാക്കണം. അതിനാണ് നമ്മുടെ സപ്താഹയജ്ഞത്തിന്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം, ജഗത്തിന് വേണ്ടി ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അവതാരമാണല്ലോ ഇപ്പോൾ വായിക്കുന്നത്. ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, 14-ാം അധ്യായം വരുമ്പോൾ ബ്രഹ്മസ്തുതി വരുന്ന സമയത്ത് അവിടെ ഓർമ്മിപ്പിക്കും, കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജഗത് ഹിതായ സോപ്യത്ര ദേഹീവ ഭാതിമായ. ഭഗവാൻ എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? ജഗത് ഹിതായ, ജഗത്തിന് ഹിതം ചെയ്യാനാണ്. എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമൂഹത്തെ മുഴുവൻ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. പണ്ട് വിവേകാനന്ദ സ്വാമികൾ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ വളരെ സാമ്പത്തികമായും ദാരിദ്ര്യപരമായും പിന്നിലായിരുന്നു, വളരെ പിന്നിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഉപനിഷത്തിലെ മന്ത്രം എടുത്തുകൊണ്ട് ആഹ്വാനം ചെയ്തത് ഉത്തിഷ്ഠതാജാഗ്രത. ഉറക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്തു, awake and rise and stop not until you reach the goal. അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്നും നമുക്ക് ഈ മന്ത്രം ആവശ്യമാണ്. ഇന്ന് നമുക്ക് ദാരിദ്ര്യമല്ല ഉള്ളത്, ഇന്ന് നമുക്കുള്ളത് ബാഹ്യപ്രശ്നങ്ങളല്ല. അന്ന് ഉടുക്കാനില്ല, അന്ന് കിടക്കാനിടമില്ല, അന്ന് ദാരിദ്ര്യമായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം മുഴുവൻ മാനസിക ദാരിദ്ര്യമാണ്. അന്ന് ശാരീരിക ദാരിദ്ര്യമായിരുന്നെങ്കിൽ ഇന്ന് മാനസിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ, അതുപോലെ മനസ്സ് വളരെയധികം തളർന്നു പോകുന്ന കുടുംബങ്ങൾ ആണോ? പഴയതിനേക്കാളും സ്നേഹബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നവര് ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ, ഈ തരത്തിലുള്ള മാനസിക ദാരിദ്ര്യം ഉണ്ടോ ഇന്ന്? മാനസിക ദാരിദ്ര്യമുണ്ടോ? ഉറക്കെ പറയൂ, ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇന്ന് നമുക്കൊരു ഉത്തിഷ്ഠതാ ജാഗ്രത വേണം. ഇന്നും നമുക്കൊന്ന് ഉണരാനുണ്ട്, ഇന്നും നമുക്കൊന്ന് ഉയരാനുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ അന്നത്തെ ആ മന്ത്രം ഇന്ന് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് 50 വർഷം കൊണ്ട് ധന്യമായ പവിത്രമായ ഈ സപ്താഹയജ്ഞ വേദിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? 51-ാം സപ്താഹം എന്ന് പറയുന്നത് ഏറെ കുട്ടികളുടെ സാന്നിധ്യമുള്ള, അവർ പോലും മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു സപ്താഹയജ്ഞമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് 50 കൊല്ലത്തെ സപ്താഹയജ്ഞം കൊണ്ട് അടുത്ത തലമുറയ്ക്ക് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാവുന്നത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. അത് മാറ്റിയെടുക്കണ്ടേ നമ്മൾ? വേണോ വേണ്ടയോ? അപ്പം അതുകൊണ്ട് കേവലം നമ്മൾ കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല. കേട്ടുപോയത് കൊണ്ടാണ് ഈ ലോകം നന്നാവുന്നതെങ്കിൽ എന്നോ നമ്മുടെ നാട് നന്നാവേണ്ടതാണ്. കാരണം എത്ര സപ്താഹങ്ങളും എത്ര കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്താ, ക്ഷേത്രങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വല്ല കുറവുണ്ടോ? ശബരിമല ക്ഷേത്രം എത്ര ആളുകൾ വരുന്നു, അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രം എന്താ തിരക്ക്. ഇപ്പം വൈശാഖ മാസം കൂടി അടുക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ നോക്കൂ, ഹിന്ദുവിൻ്റെ ജീവിത നിലവാരം മറ്റുള്ളവരെക്കാൾ എന്തേ താഴ്ന്നു പോയത്? നമ്മുടെ ഒരു എസ്റ്റീം കൂടുകയല്ലേ വേണ്ടത്? ഇത്രയും ക്ഷേത്രങ്ങളുണ്ട്, ഇത്രയും പുരാണങ്ങളുണ്ട്, ഇത്രയും സപ്താഹങ്ങളുണ്ട്. അതെന്താണ് കാരണം? മെയിൻലി രണ്ട് കാര്യമാണ്. നമ്മൾ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുമില്ല, അടുത്ത തലമുറയെ നമ്മൾ കൈപിടിച്ചുയർത്തുന്നുമില്ലെങ്കിൽ നമ്മൾ ഈ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയും, കേവലം ശ്രവണമാത്രേണ ഒന്നും നടക്കില്ല. ഭാഗവതത്തിന്റെ മഹാത്മ്യം നോക്കൂ നിങ്ങൾ. അവിടെ തന്നെ ഈ കഥ പറയും. അവിടെ ദുന്ദുകാരിയുടെ കഥ പറയുന്ന സമയത്ത് പറയും, എത്രയോ ആളുകൾ സപ്താഹം കേൾക്കാൻ വന്നു, പക്ഷെ ദുന്ദുകാരിക്ക് മാത്രം പരിവർത്തനമുണ്ടായി. അദ്ദേഹം വിഷ്ണു രൂപമെടുത്തു, അദ്ദേഹത്തിന് വിമാനം വന്ന് കൊണ്ടുപോകുമ്പോൾ ചോദിക്കുകയാണ്, എല്ലാവരും സപ്താഹമൊക്കെ കേട്ടുമല്ലോ, എന്താ ഈ ദുന്ദുകാരിക്ക് മാത്രം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ദുന്ദുകാരി മാത്രം ശ്രവണം മാത്രമല്ല ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്തു. ആർക്കെങ്കിലും അറിയാം എന്താ വാക്കുപയോഗിച്ചതെന്ന്? എന്താ ചെയ്തത്? മനനം ചെയ്തു. ബാക്കിയുള്ളവരോ?
ഇത്രയുള്ള കാര്യം. ഒരു കാതിലൂടെ കേട്ടു, മറ്റേ കാതിലൂടെ അതുപോലെ പോയി. ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ എരിവ് കാരണം അന്നത്തെ മറന്നുപോയി. അവസാനം എല്ലാവരും ചോദിച്ചു, എങ്ങനെയുണ്ട് സത്ത? ഇത്തിരി എരിവ് കൂടുതലായിരുന്നു. അത് മാത്രം മനസ്സിൽ നിന്നു. അത് മാറ്റിയെടുക്കണം. നമ്മുടെ സപ്താഹങ്ങൾ ഒരു പരിവർത്തനത്തിൻ്റെ യജ്ഞങ്ങളാക്കി മാറ്റിയെടുക്കേണ്ട സമയമായി അല്ലേ? കാരണം നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ അതിതീവ്രമാണ്. ഒരുപക്ഷെ നിങ്ങൾ എത്ര കണ്ട് കാണുന്നുണ്ടെന്നറിയില്ല. നിങ്ങൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ലോകത്തിൻ്റെ ഒരു പോക്ക് നോക്കിക്കഴിഞ്ഞാൽ, സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളം വളരെ വളരെ പുറകിലായി മാറുകയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹം വളരെ പുറകിലാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണേ. നിങ്ങൾക്കൊരു പക്ഷേ ഞാൻ സപ്താഹത്തിൽ നിന്ന് അങ്ങോട്ട് മാറുന്നു തോന്നണ്ട. ഞാൻ ഒരിക്കൽ ഷെൻജൻ എന്ന് പറയുന്ന ചൈനീസ് ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഷെൻജൻ എന്ന് പറയും, ഹോങ്കോങ്ങിനടുത്ത്. അവിടെ യാത്രയിൽ പോയതാണ്. ഹോങ്കോങ്ങിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ പോയി. അപ്പോൾ അന്ന് അവിടെ മെഡിക്കൽ എക്സ്പോ നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന മറ്റു പല സാധനങ്ങളും, ടെക്നോളജിയുടെ സാധനങ്ങൾ. ഞാൻ അവിടെ എൻ്റെ കണ്ണുകൊണ്ട് ഒരു ദിവസമാണ് ഞാൻ പോയത്. കേരളത്തിലെ അനവധി മുസ്ലിം യുവാക്കൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവർക്കൊന്നും ചൈനീസ് ഭാഷ വശമില്ലാത്തതുകൊണ്ട് അവിടെ ഷെൻജൻ അടുത്ത് മെഡിക്കൽ കോളേജുണ്ട്. അവിടെയുള്ള മലയാളി കുട്ടികളെ തപ്പിപ്പിടിച്ച് ചൈനീസ് ഭാഷയിൽ ഇവരോട് വിലപേശിക്കൊണ്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഞാൻ ഇവരിൽ 1-2 ആളുകളോട് ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ അതിൽ വളരെ കുറവാണ്. അപ്പം നമ്മളിങ്ങനെ ഡിഗ്രിയും കഴിഞ്ഞ് PSCയും കാത്തിരിക്കുകയാണ്. ഈ തരത്തിലാണ് നമ്മുടെ ഹിന്ദു സമൂഹം ഇരിക്കുന്നത്. അതായത് ഒരു റിസ്ക് എടുക്കാനുള്ള, ഒരു മുന്നോട്ട് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു കരുത്തുള്ള സമൂഹം നമ്മളിൽ കുറഞ്ഞുപോയി. കാരണം ചെറുപ്പത്തിലെ ട്യൂഷന് പോയി എളുപ്പത്തിലുള്ള ഉത്തരങ്ങളെ കണ്ടെത്തി, അതുപോലെ വൈകുന്നേരവും ട്യൂഷന് പോയി ഒരു റെഡിമെയ്ഡ് ലോകത്തിൽ ജീവിച്ച് സ്വയം ഒരു കരുത്ത് കണ്ടെത്താൻ സാധിക്കാത്ത സമൂഹമായി നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റമുണ്ടാക്കണ്ടേ? എന്താവുന്ന മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും എന്നോട് ദേഷ്യമായിരിക്കുമോ ട്യൂഷനൊക്കെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ കഥയും കൂടി പറഞ്ഞ്. പണ്ട് സർക്കസിൽ ധാരാളം മൃഗങ്ങൾ ഉപയോഗിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലൊരു നമ്മുടെ ബംഗാളിലെ ഒരു സർക്കസ് കമ്പനി 7 പുലികൾ അവരുടെ സർക്കസ് കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് പുതിയ റൂൾ ഉണ്ടാക്കി, ഇതുപോലുള്ള ആനിമൽസിനെ ഒന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ആക്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ ഷോ നടത്താൻ പാടില്ല. ഇവരെന്ന് വെച്ചാൽ ഈ 9 പുലികളെയും അവിടെ ബംഗാളിലുള്ള ഒരു സിലിഗുരി കാടുകളിൽ കൊണ്ടുവിട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ സംഘാടകർ പോയി നോക്കുമ്പോൾ കാണുന്നത് ചീഞ്ഞളിഞ്ഞ 9 പുലികളുടെ ദേഹമാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യസമയത്ത് ആഹാരം കിട്ടി ശീലിച്ച പാവങ്ങൾ അവിടെ കാട്ടിലെത്തിയപ്പോൾ അവർ വിചാരിക്കുകയാണ് 12 മണിക്ക് ലഞ്ച് വരുന്നത്. ഇതിപ്പോൾ സപ്താഹയജ്ഞത്തിന് ഒരു ഉറപ്പുണ്ടല്ലോ, നമുക്ക് 1 മണിക്ക് കിട്ടും എന്നുള്ളത്. ആ ഉറപ്പിൽ അവരിയ്ക്കുകയാണ്, ഇപ്പോൾ വരും ഞങ്ങളുടെ ആഹാരം എന്നുള്ളത്. അവർക്കറിയില്ലല്ലോ ഇനി വരില്ല എന്നുള്ളത്, ഇര തേടണമെന്ന്. ഇവരങ്ങനെ അലസരായിരിക്കുന്ന സമയത്ത് കാട്ടിലുള്ള ചെന്നായ്ക്കളെല്ലാം ഇവരെ കണ്ടു പേടിച്ചു. അവർ ആക്രമിക്കാനാണോ വന്നതും എല്ലാം കൂടി ഇവരുടെ മേൽ ചാടി കീറി പൊളിച്ച് 9 കൊന്നു. അപ്പം ഇതുപോലെയാണ് ഈ ട്യൂഷന് പോയി വളരുന്ന കുട്ടികൾ. സ്വന്തം ഒരു കഴിവില്ലാതെ, ഒരു ജീവിതത്തിലെ പ്രയാസത്തെ നേരിടാനുള്ള ഒരു ഉൾക്കരുത്തില്ലാതെ റെഡിമെയ്ഡ് ആൻസറുകളിൽ വളർന്ന് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നാളെ നിങ്ങൾ അറിയുന്നില്ല ഒരാളുടെ ജീവിതമാണ് നമ്മൾ തകർക്കുന്നത്. വെറും ബുദ്ധിപരമായ അറിവ് മാത്രം പോരാ, മാനസികമായൊരു ഡെവലപ്മെൻ്റ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ അടിതെറ്റിപ്പോവും. അടിതെറ്റിയാൽ ആനയും വീഴും, ബുദ്ധിയുള്ളവരും തകർന്നു പോകും. അതുകൊണ്ട് അവർക്കൊരു മനോബലമുണ്ടാവണമെങ്കിൽ പരീക്ഷത്തിന് എപ്രകാരമാണോ 7ാമത്തെ ദിവസം തൻ്റെ മുന്നിൽ കടന്നു വരുന്ന തക്ഷകനെ നേരിടാൻ ഭാഗവതം പ്രാപ്തമാക്കിയത്, നമ്മളും തലമുറകളെ പ്രാപ്തമാക്കണം. പരീക്ഷത്ത് അവസാനം ശീശുക ബ്രഹ്മർഷിയോട് പറയുന്നുണ്ട്, അജ്ഞാനം ച നിരസ്തമ്മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയ ഭവദാദർശിതം ക്ഷേമം പരം ഭഗവത പദം. എനിക്കിപ്പോൾ ഒട്ടും എൻ്റെ മനസ്സിൽ ചാഞ്ചല്യമില്ല. എൻ്റെ മനസ്സിപ്പോൾ ദൃഢമായി വെച്ചിരിക്കുകയാണ്, ഉറപ്പിച്ചിരിക്കുകയാണ് ഭഗവത പദം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നഭിഭേൻ,
എൻ്റെ മുന്നിലുള്ള തക്ഷകനെയോ മൃത്യുവിനെയോ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രശ്നങ്ങളെയല്ല ഞാൻ കാണുന്നത്, പരിഹാരത്തെ ഞാൻ കാണുന്നു. ഇതിനെ മറികടക്കാനുള്ള വഴികളെ ഞാൻ കാണുന്നു. ആ വഴികൾ കാണണമെങ്കിൽ ഉള്ളിൽ നിന്നാണത് കാണേണ്ടത്. ഉള്ളിൽ നിന്നത് കാണണമെങ്കിൽ ഉള്ളിൽ പ്രശ്നങ്ങളുടെ പുകമറകൾ ഉണ്ടാവരുത്, അവിടെ വെളിച്ചമുണ്ടാവണം, മുന്നോട്ട് പോകാനുള്ള പ്രകാശമുണ്ടാവണം. ആ വഴി കാണിച്ചു തരണം. അതിന് നമ്മുടെ ഉള്ളിലുള്ള കണ്ണ് തുറക്കണം, ജ്ഞാനക്കണ്ണ് തുറക്കണം. ഈ ജ്ഞാനക്കണ്ണാണ് പരീക്ഷത്തിന് തുറന്നു കിട്ടിയത്. അത് നമ്മുടെ കുട്ടികളിലേക്കും തുറപ്പിച്ചു കൊടുക്കാനാവട്ടെ നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. കാരണം അവരുടെ മുന്നിലുള്ള തക്ഷകൻ പരീക്ഷത്ത് നേരിട്ട തക്ഷകനേക്കാൾ വലുതാണ്. കാരണം അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ടെക്നോളജിയുടെ തക്ഷകനാണ് ഇവരെ പിടിച്ചു വിഴുങ്ങാൻ പോകുന്നത്. അതിനിവരുടെയൊക്കെ മനസ്സിനെ തയ്യാറാക്കിയെടുക്കാൻ നമുക്കിപ്പോഴേ സാധിച്ചുവെങ്കിൽ നാളെ നമുക്ക് വീട്ടിലിരുന്ന് കരയേണ്ടി വരില്ല, എങ്ങും എത്താത്ത കുട്ടികളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല, ജീവിതത്തിൽ എവിടെയോ താളം തെറ്റിയവരെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. അതിന് നമുക്ക് തയ്യാറാക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാവട്ടെ ശ്രീമദ് ഭാഗവത സപ്താഹം. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടെ കണ്ടതിൽ. അത് ഇത്രയും ഇന്ന് മഴ പെയ്ത് കൂട്ടുന്ന സമയത്ത്, ഡിപ്രഷൻ കൊണ്ട് മഴ പെയ്യുമ്പോഴും ഇവിടെ ഈ ഒരു മഹായജ്ഞത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾ സുഹൃതികളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്രയും പുണ്യപവിത്രമായ സ്ഥലമാണ്. 50 വർഷം കൊണ്ട് ഭാഗവത സപ്താഹ യജ്ഞം നടന്ന ഈ പുണ്യഭൂമി, ഭാഗവതം തന്നെ പറയുന്നത് തീർത്ഥി കുറുവന്തി തീർത്ഥാനി, തീർത്ഥമാണ് ഈ സ്ഥലം. ഇവിടെ വന്നിരിക്കുന്നത്, പണ്ട് ധർമ്മപുത്രൻ്റെ കൊട്ടാരത്തിലൊരു കീരി വന്നിട്ട് പറഞ്ഞു, ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? അതായത് ഞാൻ പണ്ടൊരു രാജാവിൻ്റെ യജ്ഞത്തിന് പോയ സമയത്ത് എൻ്റെ പകുതി ഭാഗം സ്വർണ്ണമായിരുന്നു, അവിടുത്തെ ആ മന്ത്രങ്ങളുടെയും മറ്റും ശക്തി കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പകുതി സ്വർണ്ണമായി, ബാക്കി നിങ്ങൾ സ്വർണ്ണമാക്കണം. പകുതി ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വർണ്ണമാക്കി കഴിഞ്ഞു. അത്ര ഒരു അനുഗ്രഹീതമായ ഒരു ധന്യമായ ഒരു വേദിയാണ് ഈ പ്രത്യേകിച്ച് ഇവിടെ ഈ 50 കൊല്ലം സപ്താഹം കൊണ്ട് പവിത്രമായി എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പൂതൃക്കോവിൽ ക്ഷേത്രം അത്ര അനുഗ്രഹീതമാണ്. ഇവിടെ വരാൻ സാധിച്ചതും അതിന് വേദിയൊരുക്കി തന്ന ശ്രീ പരമേശ്വരജിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ സംഘാടകരോടും നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഭാഗവതം പുതിയ ഉൾക്കാഴ്ചകളും പുതിയ വഴികളും നമുക്ക് കാണിച്ചു തരട്ടെ. നമ്മുടെ മുന്നിൽ മരണമെന്ന് പറയുന്ന ആ ഒരു അനുഭവം വരുന്ന ആ നിമിഷം പോലും തളരാതെ പതരാതെ ഭഗവാന്റെ പാദങ്ങൾ പിടിച്ചുകൊണ്ട് ആ ഉൾക്കരുത്തുകൊണ്ട് നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് ഉള്ളിലാ ആത്മബോധം പ്രകാശിച്ചുകൊണ്ട് ആ ഒരു ഉൾവെളിച്ചം നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള സർവ്വ കരുത്തും പൂതൃക്കോവിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ, ഭാഗവതം അനുഗ്രഹിക്കട്ടെ, ഭാഗവത ആചാര്യന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സുഹൃതികളായ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കോടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.